السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الصلاة والسلام على رسول الكريم وعلى آله وصحابته كلهم أجمعين أما بعد. ബഹുമാനരായ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കൾ, അള്ളാഹുവിനുള്ള തഖ്വ സൂക്ഷ്മത ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വസീയത്തിനെ, ഇടയ്ക്കിടെയുള്ള വസീയത്തിനെ ആ ഒരു ഗൗരവത്തിൽ ഞാൻ നിങ്ങൾ ഉൾക്കൊള്ളണം എന്ന് സൂചിപ്പിക്കുകയാണ്. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ, ഹദീസുകൾ, അതിന്റെ സംരക്ഷണ പാതയെ കുറിച്ച് നമ്മൾ വിശദീകരിച്ചിരുന്നു. അതിന്റെ പ്രാമാണികതയും ആധികാരികതയും ഒക്കെ മുൻപ് പല ക്ലാസുകളിലായി നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നാൽ സുന്നത്തുകൾക്കെതിരെ ഉന്നയിക്കപ്പെടുന്ന ആരോപണങ്ങൾ ഒരുപാടുണ്ട്. വിശിഷ്യ ഈ കാലത്ത് പോലും പ്രസക്തമായ ഒരുപാട് ആളുകൾ ഇസ്ലാമിനെതിരെയുള്ള ആയുധമായി എടുത്ത് ഉപയോഗിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് ഹദീസുകൾ മനുഷ്യയുക്തിക്ക് വിരുദ്ധമാകുമോ അല്ലയോ എന്നുള്ളത്. മനുഷ്യന് ബുദ്ധിയുണ്ട്, യുക്തിയുണ്ട്, അത് പ്രയോഗിക്കാവുന്ന മേഖലകളുമുണ്ട്. ഇതിനു മുൻപ് അതുമായി ബന്ധപ്പെട്ടൊരു ക്ലാസ് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മനുഷ്യബുദ്ധിയുടെ ഏരിയകൾ, മനുഷ്യബുദ്ധിക്ക് എത്തിച്ചേരാൻ കഴിയുന്ന മേഖലകൾ ഒക്കെ ഏറ്റവും കൂടുതൽ ഇന്ന് ഒരു പക്ഷേ സമൂഹത്തിൽ നമ്മൾ കേൾക്കുന്ന മുസ്ലിങ്ങൾ എന്ന് മാത്രമല്ല, കേരളത്തിൽ തന്നെ സലഫികളാണ് അല്ലെങ്കിൽ യഥാർത്ഥ അഹ്ലുസുന്നയുടെ ആദർശം പിൻപറ്റുന്നവരാണ് എന്ന് പ്രഘോഷിക്കുന്നവരിൽ നിന്ന് പോലും നമ്മൾ കേൾക്കുന്ന ചില ഹദീസ് നിഷേധ പ്രവണതകളുണ്ട്. അത് ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല, ബുദ്ധിക്ക് എതിരാണ്, അതുകൊണ്ടത് സ്വീകരിക്കാൻ കഴിയും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ മത്നുകൾ ആരും പരിശോധന വിധേയമാക്കിയിട്ടില്ലല്ലോ. ഹദീസിന്റെ സനദുകൾ മാത്രമാണല്ലോ ഹദീസ് നിദാന ശാസ്ത്രത്തിൽ പരിശോധനയ്ക്ക് വിധേയമാക്കപ്പെടുന്നത്. അപ്പോ അതിലെങ്ങനെ നമുക്ക് ആ അറിവ് എത്തിക്കിട്ടി എന്നുള്ള മാർഗം ശരിയാണ്, അത് പരിശോധിക്കാനുള്ള വഴികളുണ്ട്. പക്ഷെ എത്തിക്കിട്ടിയ കണ്ടന്റ്, അതിന്റെ അറിവ്, അതെങ്ങനെ പരിശോധിക്കും എന്നൊക്കെ ആളുകൾ ചോദിക്കാറുണ്ട്. അത് എത്രമാത്രം അബദ്ധ ജടിലമാണ് എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിച്ചു. ഒരു ഹദീസ് സ്വഹീഹ് ആകണമെങ്കിലുള്ള 5 നിബന്ധനകൾ ചുരുങ്ങിയത് അതെങ്കിലും മനസ്സിലാക്കിയ ഒരാൾ ഹദീസുകൾ ശരിയാകാനും സ്വഹീഹാകാനും സനദ് മാത്രം പരിശോധിച്ചാൽ മതി എന്നൊരാൾ പറയും. അതിലെ വാചകങ്ങൾ ബുദ്ധി എന്ന് പോട്ടെ, ചില ആളുകൾ ഖുർആനെതിരാണ്, അങ്ങനെ വിശുദ്ധ ഖുർആന്റെ ആയത്തുകൾക്കെതിരാണ്, അല്ലെങ്കിൽ മറ്റൊരു സ്വഹീഹായ ഹദീസിനെതിരാണ് എന്നൊക്കെ വ്യാപകമായി ആരോപണങ്ങൾ ഒരുപാട് വിഷയങ്ങളെ കുറിച്ച് പറയാറുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കേണ്ട കുറെ കാര്യങ്ങൾ. ഒന്ന്, ഹദീസുകളിൽ നിന്ന് വഹിയാണ് നമ്മൾ മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ ഒരിക്കലും വഹിയുകൾ തമ്മിൽ വൈരുദ്ധ്യം ഉണ്ടാവില്ല. ഒരു സ്വഹീഹായ ഹദീസ് വിശുദ്ധ ഖുർആന്റെ ആയത്തിനോ സ്വഹീഹായ മറ്റൊരു ഹദീസിനോ ഒരു നിലക്ക് വൈരുദ്ധ്യമാകും. മറ്റൊന്ന്, ബുദ്ധിയും പ്രമാണവും മുന്നിൽ വന്നാൽ ഏതിനെ സ്വീകരിക്കണം, ഏതിനെയാണ് അടിസ്ഥാനമായി നമ്മൾ കാണേണ്ടത് എന്നതാണ്. ഒന്ന്, മനുഷ്യബുദ്ധിയുടെ പരിമിതി, അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ബുദ്ധിയെ ഇസ്ലാം ഒരിക്കലും നിരാകരിച്ചില്ല. ബുദ്ധിയെ പ്രമാണങ്ങൾ മനസ്സിലാക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉപകരണമായാണ് ഇസ്ലാം കണ്ടത്. പ്രമാണങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ ബുദ്ധിയാണ്. പക്ഷേ ബുദ്ധിയെ പ്രമാണങ്ങൾക്ക് മുകളിൽ സ്ഥാപിച്ചാലുള്ള പ്രശ്നം, മനുഷ്യന്റെ ബുദ്ധിയും യുക്തിയും അവന്റെ കാലത്തിനും അവന്റെ അനുഭവങ്ങൾക്കും അവൻ നിലനിൽക്കുന്ന സമൂഹത്തിനും അവൻ ജനിച്ചു വളർന്ന സാഹചര്യത്തിനും
അവനെ എത്തിപ്പിടിക്കാൻ കഴിഞ്ഞ അറിവിന്റെ പരിധിക്കും ഉള്ളിലാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. നമുക്കൊരു ചെറിയൊരു ഉദാഹരണം മനസ്സിലാക്കാം. ഒരു ഉറുമ്പ് ഇങ്ങനെ നമ്മുടെ തലയിലൂടെ നടക്കും. ആ ഉറുമ്പിന്റെ കാഴ്ചയിലൂടെ, ആ ഉറുമ്പിന്റെ പേഴ്സ്പെക്റ്റീവ്, ആ ഉറുമ്പ് കാണുന്ന ലോകം, അതിലൂടെ നമ്മളൊന്ന് ആലോചിച്ചു. ആ ഉറുമ്പ് ഇങ്ങനെ നോക്കുമ്പോൾ പള്ളിയുടെ അങ്ങേയറ്റത്തേക്ക് എത്രയോ ദൂരം ഈ താണ്ടാൻ മുൻകഴിഞ്ഞ് വന്ന പാതകൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു എന്താണ്, ഒരു അവ്യക്തത പോലെ കുറേയുണ്ട് എന്നാണ് കാണുന്നത്. പക്ഷെ ഉറുമ്പിന്റെ മുകളിൽ ഉറുമ്പിനേക്കാൾ വലിയ ജീവിയെ നമ്മൾ നോക്കുമ്പോഴോ ഉറുമ്പ് വന്ന ആ ഭാവി കാലം വഴി മൊത്തം നമുക്ക് കാണാം. ഉറുമ്പിന് എങ്ങോട്ടാണ് പോകാനുള്ളത് അത് മുഴുവൻ നമുക്ക് കാണാം. നമ്മൾ ആ ഉറുമ്പിനടുത്ത് നിന്ന് ഒക്കെയെടുത്ത് അങ്ങേയറ്റത്തെ കൊണ്ടുവച്ചാലോ ഉറുമ്പിന് അത്ഭുതമാണ്. ഒറ്റയ്ക്ക് ഞാനിതാ പിന്നെ ടൈം ട്രാവലൊക്കെ ചെയ്ത് അങ്ങേയറ്റത്ത് അപ്പുറത്തേക്ക് എത്തി. ഒരു ഗ്രഹത്തിൽ നിന്ന് മറ്റൊരു ഗ്രഹത്തിൽ ഉറുമ്പിനെ നമ്മളൊരു കാറിൽ കയറ്റി അല്ലെങ്കിൽ ഫ്ലൈറ്റിൽ കയറ്റി വേറെ ഉറുമ്പിനും അതിനൊക്കെ വലിയ നമ്മൾ മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം നമ്മളിത് കുറച്ചുകൂടി വൈഡ് പേഴ്സ്പെക്റ്റീവിലാണ്, ബ്രോഡർ പേഴ്സ്പെക്റ്റീവിലാണ് നമ്മൾ കാണുന്നത്. കുറച്ചുകൂടി വിശാലമാണ് നമ്മുടെ കാഴ്ചയും നമ്മുടെ മനസ്സിലാക്കുന്നത്. നമുക്കിത് മൊത്തം കാണാം, പള്ളി മൊത്തം നമ്മൾ ഒറ്റ കാണാം. ഉറുമ്പിന് അത് നിലനിൽക്കുന്ന ഒരു സംഭവം മാത്രമാണ്. അപ്പൊ ഉറുമ്പ് വിചാരിക്കണിത് മനുഷ്യ ദൈവമാണ്, വരാൻ പോകുന്ന കാര്യങ്ങളൊക്കെ മനുഷ്യൻ മനസ്സിലാക്കി, വരാൻ പോകുന്ന അവിടെ ഒരു അപകടമുണ്ട്, നമ്മൾ രക്ഷപ്പെടുത്തി. അപ്പോ നമ്മുടെ മനുഷ്യന്മാരാകുന്നതിലേക്ക് നമ്മുടെ ബുദ്ധിക്കും യുക്തിക്കും ഇതേപോലെ പരിമിതി. നമ്മൾ ഇന്ന് പറയുകയാണ് ഒരു 100-150 വർഷം 200 വർഷം മുമ്പ് നമ്മൾ പറയും ഗ്ലാസും ചെമ്പും അതുപോലെ തന്നെ ഇരുമ്പും പിന്നെ ഭൂമിക്കടിയിൽ നിന്ന് കുഴിച്ചെടുക്കുന്ന കുറെ പിന്നെ പെട്രോളിയം പോലുള്ള ഒരു വസ്തു, എന്തെങ്കിലും വസ്തു കുഴിച്ചെടുത്ത് അതിൽ നിന്നുണ്ടാക്കുന്ന പ്ലാസ്റ്റിക്കും അങ്ങനെയൊക്കെ കുറെ സംഭവങ്ങൾ ഭാവിയിൽ വരും. അതൊക്കെ ഉപയോഗിച്ച് ചേർത്തൊക്കെ വെച്ച് ഒരു സാധനം ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ഭൂമിയിൽ എവിടെ എത്ര കിലോമീറ്ററുകൾക്ക് അപ്പുറത്തുള്ളയാളെ നമുക്ക് അയാളോട് സംസാരിക്കാൻ പറ്റും, അയാളെ കാണാൻ പറ്റും. പിന്നെ അയാൾ മൊബൈൽ ഫോൺ എന്ന് പറഞ്ഞ സംഗതി ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ അവർ 200 കൊല്ലം മുമ്പുള്ള അയാൾ നമ്മളെ ഭ്രാന്തനെ വിളിച്ച് കളിയാക്കി. എന്താ നീ പറയും? അയാളെ സംബന്ധിച്ചിടത്തോളം ആശയ വിനിമയ മാർഗം എന്നുള്ളത് എപ്പോ ഒരാൾ ഉച്ചത്തിൽ വിളിച്ചാൽ എത്തുന്ന ഒരു സ്ഥലം അത്രമാത്രമേ ഉള്ളൂ, ഒരു പരിധി. അതിനേക്കാൾ അപ്പുറത്തുള്ള ഒരാളെ കാണാൻ എന്തെങ്കിലും ഒരു സാധനം പിന്നെ ഉപയോഗിച്ചാൽ എത്തിക്കുമെന്ന് പറഞ്ഞാൽ അയാൾക്കത് ഉൾക്കൊള്ളാൻ കഴിയും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ. അപ്പൊ ഒന്ന് നമ്മൾ മനുഷ്യ ബുദ്ധിയുടെ പരിധികൾ മനസ്സിലാക്കും. മനുഷ്യനെന്നല്ല, ശ്രദ്ധാവൊഴിച്ച് സൃഷ്ടികൾ എന്തൊക്കെയുണ്ടോ അതിനൊക്കെയും ന്യൂനതകളുണ്ട്, പരിമിതികൾ. അതുകൊണ്ടാണ് മനുഷ്യൻ എന്ന നിലയ്ക്ക് നമുക്ക് ഭക്ഷണം ആവശ്യമായി വരും. കാരണം നമ്മുടെ ഉള്ളിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഊർജം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ കുറച്ചു കഴിഞ്ഞ് വീണ്ടും നമുക്ക് ഊർജത്തിന്റെ ആവശ്യം. നമ്മുടെ ഫോണിന് വീണ്ടും ഫോൺ മനുഷ്യ നിർമ്മിതമായ ഒരു വസ്തുവാണ്. ബാറ്ററി തീരും, ആ ബാറ്ററിക്ക് വീണ്ടും ചാർജ് നമ്മൾ കൊടുക്കേണ്ടത്. നമ്മുടെ കണ്ണ്, അതിന് ഇത്ര ദൂര പരിധിയുള്ള കാര്യങ്ങളാണ് കണ്ട് മനസ്സിലാക്കാൻ പറ്റും. നമ്മളെക്കാൾ നമുക്ക് ഇത്ര നിറങ്ങൾ വരെയാണ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. നമ്മളെക്കാൾ കുറച്ച് നിറങ്ങൾ മാത്രം കാണുന്ന മൃഗങ്ങളുണ്ട്, നമ്മളെക്കാൾ കൂടുതൽ നിറങ്ങൾ കാണാൻ കഴിയുന്ന മൃഗങ്ങളുണ്ട്. അതൊന്നും അത്ഭുത സൃഷ്ടികൾക്കിടയിലെ ഏറ്റവും വ്യത്യാസങ്ങളാണ്. നായയ്ക്ക് നമ്മളെക്കാൾ കൂടുതൽ ഘ്രാണശക്തിയും മണം പിടിക്കാനുള്ള ശേഷിയും നമുക്ക് അതിനേക്കാൾ കുറവാണ്. അതുപോലെ തന്നെ മറ്റു പല ജീവികൾക്കും നമ്മളെക്കാൾ കൂടുതൽ കേൾവി ശക്തിയുള്ള ജീവികളുണ്ട്. മനുഷ്യന് ഒരു 20 മുതൽ 20,000 ഹെർട്സ് വരെയുള്ള ശബ്ദ ബീജികളാണ് മനുഷ്യന്റെ കാതിന് പിടിച്ചെടുക്കാൻ കഴിയും. അതിനേക്കാൾ കൂടുതൽ കേൾക്കാൻ കഴിയുന്ന, അതിനേക്കാൾ കുറഞ്ഞ ശബ്ദം കേൾക്കാൻ കഴിയുന്ന ജീവികളുണ്ട്. മനുഷ്യന് സൃഷ്ടികൾക്ക് എല്ലാ തരത്തിലും അവനവൻ്റെതായ ഒരു ലിമിറ്റ് ഉണ്ട്, ഒരു ബൗണ്ടറി ഉണ്ട്. അതിനപ്പുറത്തുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയില്ല. അതിനെന്തെങ്കിലും പുറത്തുനിന്ന് സഹായം വേണം. അപ്പോ മനുഷ്യന് ഈ ബുദ്ധി സൃഷ്ടിച്ച് നൽകിയ, മനുഷ്യന് ഈ ലിമിറ്റ് സൃഷ്ടിച്ച് നൽകിയ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്റെ ഈ ബുദ്ധിയെയും മനുഷ്യന്റെ ഈ ചിന്തയെയും മനുഷ്യന്റെ യുക്തിയെയും ഒക്കെ സൃഷ്ടിച്ച അള്ളാഹു പറയുന്ന ഒരു കാര്യം വഹയിലൂടെ വരുമ്പോ അത് പരിമിതമായ മനുഷ്യന്റെ ഈ ഉപകരണം കൊണ്ട് അവൻ ചിന്തിക്കുകയാണ്, അതിനെ അളക്കുകയാണ്. അള്ളാഹു പറഞ്ഞൊരു കാര്യത്തിൽ പരിമിതികളൊന്നുമില്ലാത്ത, ന്യൂനതകളൊന്നുമില്ലാത്ത വഹയിന്റെ അറിവിനെ പരിമിതികളുള്ള നമ്മളിവിടെ നടക്കുകയാണ്. അതുപോലെ അത് നമ്മുടെ യുക്തിക്ക് യോജിക്കുന്നില്ല, അത് നമ്മുടെ ബുദ്ധിയുമായി ചേർന്ന് പോകുന്നില്ല. മനുഷ്യന്റെ യുക്തി അത് എത്ര അത്ഭുതകരമാണ്. ഇന്ന് നമ്മുടെ നാട്ടിൽ മതമുള്ളവരുണ്ട്, ഇല്ലാത്തവരുണ്ട്. മതമുള്ളവന്റെ യുക്തി വേറെ, മതമില്ലാത്തവന്റെ യുക്തി വേറെ. മതമില്ലാത്തവന് ഇന്ന് നമ്മുടെ നാട്ടിൽ പിന്നെ മയക്കുമരുന്നും കഞ്ചാവും ഒക്കെ അത് നിയമപരമാക്കണം. എങ്ങനെയാണ് ആളുകൾക്ക് മരിക്കുമ്പോഴൊക്കെ ആളുകൾ കഞ്ചാവ് ഉപയോഗിച്ച് മരിക്കണം
എന്നൊക്കെ സോഷ്യൽ മീഡിയയിൽ വന്ന് പറയുന്ന ആളുകൾ അയാളുടെ യുക്തി പറഞ്ഞു വരുമ്പോൾ നിനക്കതാ. അതുപോലെ മനുഷ്യന്മാർ തുണിയില്ലാതെ നഗ്നരായി പല പാശ്ചാത്യ രാജ്യങ്ങളിൽ നടക്കുന്നുണ്ട്. അപ്പൊ ഇവിടെയും നമ്മുടെ ഇവിടെയും അങ്ങനെയുള്ള ന്യൂഡ് ബീച്ചുകളൊക്കെ വേണം, എങ്കിലാണ് മനുഷ്യർക്ക് വ്യഭിചാരവും അതുപോലെ തന്നെ ബലാത്സംഗവും സമൂഹത്തിൽ കുറയുക എന്ന് യുക്തിപരമായി ചിന്തിക്കുന്നത്. അത് അയാളുടെ യുക്തിയാണ് എന്ന് സമൂഹത്തിൽ പറയുന്ന ആളുകളുണ്ട്. കാലങ്ങൾക്കനുസരിച്ച് യുക്തി മാറും. നമ്മൾ ഈ ഒരു മനുഷ്യന്റെ ചരിത്രത്തിൽ മനുഷ്യന്മാരുടെ കോടതികളുടെ ചരിത്രം പരിശോധിച്ചാൽ മനുഷ്യന്മാർ നിയമം ഉണ്ടാക്കിയത്, മനുഷ്യന്മാർ കോടതികൾ ഉണ്ടാക്കിയത്, മനുഷ്യന്മാർ മറ്റുള്ളവർക്ക് ശിക്ഷാവിധികൾ നിശ്ചയിക്കുന്നതിന്റെ ചരിത്രം പരിശോധിച്ചാൽ രസകരമായ ഒരുപാട് ചരിത്രം കാണും. അള്ളാഹുവിന്റെ ദീൻ, അള്ളാഹു മനുഷ്യന്മാർക്ക് നിശ്ചയിച്ചിരുന്ന നിയമവ്യവസ്ഥ എത്രമാത്രം യുക്തിഭദ്രമാണ് എന്നും ഏത് കാലത്തും ഏത് സമൂഹത്തിലും മനുഷ്യന്മാർക്ക് ആചരിക്കാൻ അനുഷ്ഠിക്കാൻ കഴിയുന്നതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മനുഷ്യന്മാർ ഉണ്ടാക്കിയ പ്രശ്നങ്ങൾക്ക് മനുഷ്യന്മാർ കണ്ടെത്തിയ പരിഹാരങ്ങൾ മാത്രം നോക്കിയാൽ മതി. ഇന്നും ലോകത്ത് നടക്കുന്ന എത്രയോ നിയമനിർമ്മാണങ്ങൾ നോക്കിയാൽ മതി. കേട്ടാൽ തന്നെ മനുഷ്യൻ പരിഹാസ്യനായി പോകുന്ന എത്രയോ നിയമനിർമ്മാണം ചരിത്രത്തിലുണ്ടായി. കോഴിയെയും അതുപോലെ തന്നെ ഉറുമ്പിനെയും ഒക്കെ ശിക്ഷയ്ക്ക് വിധിച്ച കോടതികൾ മനുഷ്യന്മാരുടെ ചരിത്രത്തിലും പൊക്കിക്കൊല്ലാനും മൃഗങ്ങൾക്ക് വിധിച്ച ശിക്ഷാവിധി, ഇങ്ങനെ എത്രയോ വിഡ്ഢിത്തങ്ങൾ മനുഷ്യന്റെ ചരിത്രത്തിൽ മനുഷ്യന്മാർ ഉണ്ടാക്കിയ നിയമങ്ങളും മനുഷ്യന്മാർ ഉണ്ടാക്കിയ ചട്ടക്കൂടുകളിലും നമുക്ക് കാണാം. അത് ഒരിക്കലും മനുഷ്യന്റെ തെറ്റല്ല, അത് മനുഷ്യ സഹജമാണ്. അവൻ ഒരുപാട് തെറ്റുകൾ ഉണ്ടാകും, തെറ്റുകളിൽ കൂടുതൽ നല്ലത് പഠിക്കും, പാഠങ്ങൾ പഠിക്കും, അത് മെച്ചപ്പെടാൻ സാധിക്കും. പക്ഷെ ഒരിക്കലും പൂർണ്ണതയിലെത്താൻ മനുഷ്യന് കഴിയില്ല. മനുഷ്യന് ഭൂതമോ ഭാവിയോ പൂർണ്ണമായി മനസ്സിലാക്കാൻ മനുഷ്യന് കഴിയും. ഒരു പരിധി വരെ അവർ മനസ്സിലാക്കാൻ കഴിയും എന്ന് മാത്രം. അതുപോലെ തന്നെ നമ്മുടെ ഇസ്ലാമിക പ്രമാണങ്ങൾ എത്തിച്ചേർന്ന ആ വഴിയിൽ, വിശിഷ്യ ഹദീസുകൾ എത്തിച്ചേർന്ന ആ വഴിയിൽ പലപ്പോഴും ഖുർആൻ മാത്രം അംഗീകരിക്കുന്ന ആളുകൾ വിട്ടുപോകുന്ന ഒരു സംഗതിയാണ്. ഹദീസുകൾ എങ്ങനെയാണ് നമുക്ക് എത്തിപ്പെട്ടത്? അവർ പറയും ഖുർആൻ നമുക്ക് അംഗീകരിക്കാം, ഒരു പ്രശ്നമില്ല, ഖുർആൻ എല്ലാവർക്കും സർവാംഗീകൃതമാണ്, ഹദീസുകളാണ് പറ്റാത്തത്. പക്ഷെ നമ്മളൊന്ന് ആലോചിച്ചു, ഖുർആൻ വന്നത് ഏത് വഴിയാണോ അതേ വഴി തന്നെയല്ലേ ഹദീസുകൾ എത്തിയത്? ഖുർആൻ ആരാണോ നമുക്ക് സ്വഹാബിമാർ, താബിഈകൾ, തബഉ താബിഈകൾ, ഏത് വഴിയാണോ ഖുർആൻ നമുക്ക്, ഖുർആൻ നബിയിൽ നിന്ന് നമുക്ക് ആർക്കും നേരിട്ട് ഒരു ചാനലും ഇല്ലാതെ എത്തിച്ചേർന്നിട്ടില്ല. ആരാണോ ഖുർആൻ നമുക്ക് എത്തിച്ചേർന്നത് അവർ വഴി തന്നെയാണ് ഹദീസുകളും എത്തിയത്. ഹദീസുകൾക്ക് സനദുണ്ട്, അതുപോലെ ഖുർആനും സനദുണ്ട്. ഒരുപക്ഷെ മദീനയിൽ നിന്ന് മുജമ്മ മലിക് ഫഹദ് പ്രിന്റ് ചെയ്യുന്ന വിശുദ്ധ ഖുർആൻ പ്രതികളിൽ, ഇവിടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല, ചില പ്രതികളിൽ ഖുർആന്റെ സനദ് അതിന്റെ അധികവും ബാക്കിലേക്ക് രേഖപ്പെടുത്തിയത് കാണാം. ഖുർആന്റെ സനദുണ്ട്, ഖുർആന്റെ ഓരോ റിവായത്തുകൾക്കും സനദുണ്ട്, ഓരോ ഖിറാഅത്തുകൾക്കും സനദുണ്ട്, ഓരോ പാരായണത്തിനും. അതുപോലെ തന്നെയാണ് ഹദീസുകളും എത്തിപ്പെട്ടത്, ഹദീസുകൾക്കും സനദുണ്ട്. അപ്പോ ഖുർആൻ മാത്രം സ്വീകരിക്കുന്നു, ഹദീസുകൾ സ്വീകരിക്കില്ല എന്ന് പറയുന്ന വാദത്തിന് അവിടെ തന്നെ ആ ഒരു ചിന്ത വരുന്നതോടുകൂടി തന്നെ മറുപടിയായി. മാത്രമല്ല സ്വഹാബിമാർ ഏറ്റവും വിശ്വസ്തരായ ഈ ഉമ്മത്തിലെ ഏറ്റവും കൂടുതൽ യുക്തി കൊണ്ടും ബുദ്ധി കൊണ്ടും അതിന്റെ പൂർണ്ണതയിലെത്തിയ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും ഉത്തമ തലമുറ എന്ന് വിശേഷിപ്പിച്ച് അവരോട് തന്നെയാണ് നമുക്ക് കിട്ടിയത്. അതുകൊണ്ട് ആ വാദത്തിനും നിലനിൽപ്പില്ല. ഒരു ഹദീസ് പലപ്പോഴും ബുദ്ധിക്കെതിരാണ് എന്ന് പറയുമ്പോൾ അത് മൂന്ന് കാര്യങ്ങൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. ഒന്നുകിൽ സാധ്യതകളാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഒന്നുകിൽ ആ ഹദീസ് സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ പരിശോധിക്കണം. ഒരുപാട് ഇസ്ലാം വിമർശകങ്ങളുടെയും ഹദീസ് വിമർശകങ്ങളുടെയും മർമ്മം അവിടെയാണ്. ചിലപ്പോൾ ആ ഹദീസ് സ്ഥിരപ്പെട്ടു വന്നതാവില്ല, അത് ഹദീസ് തന്നെ ആവില്ല, മൗദൂആയിരിക്കും, ചിലപ്പോൾ ദഈഫായിരിക്കും, അല്ലെങ്കിൽ പണ്ഡിതന്മാർ തള്ളിയ ഹദീസുകളായിരിക്കും. അപ്പോ ഒന്ന് ആ ഹദീസ് സ്ഥിരപ്പെട്ടിട്ടുണ്ടോ എന്ന് നോക്കണം. അത് സ്വഹീഹായി, സ്വീകാര്യയോഗ്യത ഹസനായി, സ്വീകരിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള മാർഗത്തിലൂടെയാണോ അത് വന്നത് എന്നത് നോക്കണം. രണ്ട്, ഈ പറയുന്ന യുക്തി അത് ശരിയാണോ അല്ലയോ എന്ന് നോക്കണം. ഒരുപക്ഷെ അയാൾ പറയുന്ന ഒരു ബുദ്ധി, അയാൾ പറയുന്ന ഒരു യുക്തി അയാളുടെ മാത്രം വാദമാവാം, അയാൾ മാത്രം കണ്ടെത്തിയ ഒരു സംഗതിയാവാം, അംഗീകരിക്കപ്പെട്ട മനുഷ്യന്മാർ അംഗീകരിച്ച ഒരു തത്വമോ അല്ലെങ്കിൽ ഒരു ഫാക്റ്റോ ആയി തുറന്നാൻ പറ്റില്ല. അപ്പൊ ഈ പറയുന്ന എത്തിനെതിരാണോ എന്റെ ബുദ്ധിക്കെതിരാണോ, എന്റെ മാത്രം ബുദ്ധിക്കെതിരാണ് പറഞ്ഞു പറ്റുന്നുണ്ട്. ഓരോരുത്തർക്കും ഓരോ ബുദ്ധിയും ഓരോ യുക്തിയാണ്. അപ്പൊ അത് ശരിയാണോ എന്നുള്ളത് നോക്കണം. ചിലപ്പോൾ അതിലുള്ള പ്രശ്നമാണ്. അല്ലെങ്കിൽ മറ്റൊരു ഓപ്ഷൻ, മറ്റൊരു വഴി എന്ന് പറയുന്നത് ഈ ഹദീസിനെ എങ്ങനെയാണോ മനസ്സിലാക്കേണ്ടത് അങ്ങനെ മനസ്സിലാക്കാനുള്ള പ്രശ്നമാണ്. അപ്പൊ അയാൾ വായിച്ചു, ചിലപ്പോൾ അറബി അറിയണം. ചില ആളുകളുടെ ധാരണ അങ്ങനെയുമാണ്, അറബി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇസ്ലാമിക പ്രമാണങ്ങൾ മനസ്സിലാക്കാം.
എല്ലാം ഒരിക്കലും കഴിയില്ല. അറബി ഭാഷ പഠിച്ചു കഴിഞ്ഞാൽ അത് ഇസ്ലാമിക പ്രമാണങ്ങൾ മനസ്സിലാക്കാനുള്ള അനേകം വഴികളിൽ ഒന്ന് മാത്രം. എത്രയോ കാര്യങ്ങൾ അതിനു പുറമെ പഠിക്കാനുള്ള ദീൻ മനസ്സിലാക്കണം. അപ്പോ അറബി ഒരാൾ പഠിച്ചു, അറബി എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? എത്രയോ അറബി ഭാഷ പഠിച്ച ഓറിയന്റലിസ്റ്റുകൾ ഒരു കാലത്തുണ്ടായി. മുസ്ലിം സമൂഹത്തിലേക്ക് ഒരു 18-ാം നൂറ്റാണ്ടിലും 19-ാം നൂറ്റാണ്ടിലും ഇസ്ലാമിക വിമർശനം, ഏറ്റവും പ്രധാനമായി ഹദീസ് വിമർശനങ്ങളൊക്കെ ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് പാശ്ചാത്യ പണ്ഡിതന്മാർ അവർ അറബി പഠിച്ചു. ഓക്സ്ഫോർഡിലെയും കേംബ്രിഡ്ജിലെയും ഒക്കെ സർവകലാശാലയിൽ അന്ന് ആദ്യമായി പിന്നെ ഏഷ്യൻ ഭാഷ വിഭാഗങ്ങൾ ഉണ്ടായി. അതുപോലെ തന്നെ മിഡിൽ ഈസ്റ്റ് കൾച്ചർ, ഈ ഒരു ഏഷ്യൻ കൾച്ചർ, ഇതിനെ കുറിച്ചുള്ള പഠനങ്ങൾ നടന്നു. അങ്ങനെയാണ് ഓറിയന്റലിസം എന്ന് പറയുന്ന ഒരു വിജ്ഞാന ശാഖയുണ്ടാകും. ഓറിയന്റലിസം എന്ന് പറഞ്ഞാൽ ചില ആളുകൾ മനസ്സിലാക്കിയത് ഇസ്ലാമിക വിരുദ്ധമായ സംഗതി അല്ല. ഓറിയന്റലിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ പിന്നെ പാശ്ചാത്യ നാടുകൾക്ക് ഇപ്പുറത്ത് കിഴക്കൻ നാടുകൾ അഥവാ അറേബ്യൻ നാടുകൾ, ഏഷ്യ രാജ്യങ്ങൾ, ഈ രാജ്യങ്ങളിലുള്ള ഭാഷകളെയും സംസ്കാരങ്ങളെയും പഠിക്കാനും അതിൽ ഗവേഷണം നടത്താനും ഒക്കെ പിന്നെ മാറിയിരിക്കുന്ന, അതിനുവേണ്ടി അതിൽ ഫോക്കസ് ചെയ്യുന്ന ആളുകൾ, അവരാണ് ഓറിയന്റലിസ്റ്റ്. പക്ഷെ അവരത് പഠിച്ചുണ്ടായപ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് പിന്നെ അവരെ പലപ്പോഴും ഇസ്ലാമിന്റെ അപ്പുറത്ത് നിർത്തിയത്. ഗോൾഡ് സീഹർ ഇതുപോലെ ഒരു പിന്നെ ഓക്സ്ഫോർഡിലും മറ്റുമൊക്കെ ലോകത്ത് അന്ന് അറിയപ്പെട്ട ഒരു പിന്നെ ഓറിയന്റലിസ്റ്റ്. അദ്ദേഹത്തിന് എതിരായി അന്ന് അദ്ദേഹം പറഞ്ഞ വാദങ്ങൾ, വിശിഷ്യ ഹദീസിനെതിരെയുള്ള വാദങ്ങൾ, ഗോൾഡ് സീഹർ പിന്നെ ഉന്നയിച്ച വാദങ്ങൾക്ക് അക്കപ്പെട്ട് അറേബ്യൻ ലോകത്തുള്ള പണ്ഡിതന്മാർ തന്നെ മറുപടി കൊടുത്തു. അന്ന് ആ മറുപടി കൊടുത്തതിൽ പ്രസിദ്ധമായി മറുപടി കൊടുത്ത സിറിയൻ പണ്ഡിതനായ മുസ്തഫ സിബായ്, അദ്ദേഹത്തിന്റെ ഗ്രന്ഥം ഇസ്ലാമി അന്നത്തെ കാലത്ത് ഹമാനി മൗലവി റഹ്മത്തുള്ളാഹി അലൈഹി മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുകയും സുന്നത്തിന്റെ പ്രാമാണികത, ആധികാരികത, അതിന്റെ ഇസ്ലാമിക ശരീരത്തിന്റെ സ്ഥാനം എന്ന് പറയുന്നത് വളരെ ആധികാരികമായ മറുപടികളുള്ള ഗ്രന്ഥം മലയാളത്തിൽ ഇന്ന് വരെ സുന്നത്തുകൾക്ക് പിന്നെ എതിരെയുള്ള വിമർശനങ്ങൾക്ക് മറുപടി അങ്ങനെ ഗ്രന്ഥം എഴുതപ്പെട്ടു എന്ന് പറയാൻ മാത്രമുള്ള ഗ്രന്ഥമാണ്. അത്യാവശ്യം നല്ല പരിഭാഷ ഹമാനി മൗലവി റഹ്മത്തുള്ളാഹി. അപ്പൊ അങ്ങനെ സുന്നത്തുകൾക്കെതിരെ, ഹദീസുകൾക്കെതിരെ അറബി മാത്രം പഠിച്ച്, അറബി ഭാഷ അറിയാം, അറബി നല്ലതുപോലെ പഠിച്ചു പാശ്ചാത്യ പണ്ഡിതന്മാരാണ്, അവർ അറബി പഠിച്ചു, എന്നിട്ട് അതേപടി തന്നെ ഹദീസുകൾ മനസ്സിലാക്കാൻ ശ്രമിച്ചു. അപ്പോൾ ഉണ്ടായ അബദ്ധങ്ങൾ ഒരുപാട്. മറ്റൊരു കാര്യം, ഈ ബുദ്ധിക്കെതിരാണ്, ഒരു മനുഷ്യന്റെ യുക്തിക്കെതിരാണ് ഹദീസുകൾ, അത് എതിരായി വന്നു എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരിക്കലും അല്ലാഹുവിന്റെ വഹ്യുകൾ പരസ്പരം എതിരാവുകയോ മനുഷ്യത്തെ തെളിഞ്ഞ സ്വരീഹായ അഥവാ ഒരു പ്രശ്നവുമില്ലാത്ത ഒരു യുക്തി അതിന് വിരുദ്ധമാവുകയോ ഇല്ല. അത് അസംഭവ്യമാണ്, അതൊരിക്കലും ഉണ്ടാവും. അപ്പൊ എന്താണ് ഈ ബുദ്ധിക്ക് എതിരാണെന്ന് ആളുകളൊക്കെ പറഞ്ഞത് എന്താ? അപ്പൊ അതിന് നമുക്ക് മനസ്സിലാക്കാം. ഒന്ന്, ബുദ്ധിക്ക് പൂർണ്ണമായും അല്ലെങ്കിൽ മനുഷ്യ യുക്തിക്ക് പൂർണ്ണമായും എതിരാവുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? അഥവാ മനുഷ്യ ബുദ്ധിക്ക് പൂർണ്ണമായും എതിരാവും. ഉദാഹരണത്തിന് നമ്മളിപ്പോ പറയാറുണ്ട്, ഇവിടെ ഇപ്പോ ഈ സമയം പകല, ഇപ്പൊ പകലുമാണ്, ഇപ്പൊ രാത്രിയുമാണ്. ഒരേ സമയം ഇപ്പൊ പകലുമാണ്, രാത്രിയും. അതൊരിക്കലും ഉണ്ടാവില്ല, അസംഭവ്യമാണ്. അത് ബുദ്ധിക്കെതിരാണെന്ന് പറയാം. അങ്ങനെ ഒന്നും വിശുദ്ധ ഖുർആനിലോ ഉണ്ടാവില്ല, 100% ഉറപ്പാണ്. ഇതാണ് ബുദ്ധിക്കെതിരാണെന്ന് പറയാം. മറ്റൊരു ഉദാഹരണം പറയാം. വട്ടത്തിലുള്ള ത്രികോണം. വട്ടത്തിൽ എങ്ങനെ ത്രികോണം ഉണ്ടാവും? ത്രികോണം എന്ന് പറഞ്ഞാൽ തന്നെ 3 കോണുകൾ ഉള്ളതാണ് ത്രികോണം. അത് വട്ടത്തിലാവും, ഒരേ സമയം വട്ടവും ആവുക ത്രികോണവുമാവും. അത് അസംഭവ്യമാണ്, ബുദ്ധിക്കെതിരാണ്. ഇതൊരിക്കലും ഇസ്ലാമിക പ്രമാണങ്ങളിൽ ഉണ്ടാവില്ല. ഒരുപാട് കാര്യങ്ങൾ, ഇപ്പോ ഒരാൾ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ, ഇതിനാണ് ബുദ്ധിക്ക് എതിരാവുക. ഒരാൾ പറയും മോൻ വാപ്പാനേക്കാളും മുതിർന്നയാളാണ്, വയസ്സ് കൂടിയാലാണ്, അതുണ്ടാവും ഇല്ലല്ലോ. വാപ്പ എനിക്ക് എപ്പോഴും വയസ്സുകൊണ്ട് മുതിർന്നയാൾ, വാപ്പയെക്കാളും മുതിർന്ന വയസ്സുകൊണ്ട് മൂത്ത ഒരു മോൻ അസംഭവ്യമാണ്, ഉണ്ടാവും. ഇതിനാണ് ബുദ്ധിക്ക് എതിരാവുക. ഇത് ഇസ്ലാമിക പ്രമാണങ്ങളിൽ ഇല്ല. അങ്ങനെ ഒന്നും ഇസ്ലാമിക പ്രമാണം ഉണ്ടാവില്ല. അങ്ങനെ ഇത് വന്നാൽ ആ ഹദീസ് സ്വഹീഹാവൂല. അത് പണ്ഡിതന്മാരൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇനി എന്താ ഈ ആളുകൾ ബുദ്ധിക്കെതിരാണെന്ന് പറയുന്നത്? ഒരുപാട് ഹദീസുകൾ പറയുന്നത് ആളുകൾ ബുദ്ധിക്കെതിരാണ് എന്ന് പറയുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ, അത് ബുദ്ധിക്ക്, അവരുടെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ പ്രയാസമുള്ളതില്ല, അവരെ ബുദ്ധിയെ അതിശയപ്പെടുത്തുന്നതില്ല. അത് വഹീന്റെ കാര്യം ഒക്കെ അങ്ങനെ തന്നെയാണ്. കാരണം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു മനുഷ്യന് അവന് പിന്നെ ഏതെങ്കിലും മാർഗത്തിലൂടെ തേടിയെടുക്കാൻ കഴിയുന്ന ഒന്നല്ല വഹി.
ഇപ്പം ഇസ്ലാമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതയും അതാണ്. ഇസ്ലാമിന്റെ ദീനിന്റെ കാര്യങ്ങൾ, വഹീന്റെ കാര്യങ്ങൾ ഒരിക്കലും ഒരു മനുഷ്യൻ അവന്റെ സ്വന്തം പ്രയത്നം കൊണ്ട് നേടിയെടുക്കാൻ കഴിയില്ല. ഇപ്പൊ നമ്മുടെ നാട്ടിൽ കുറെ മതങ്ങളുണ്ട്, സംസ്കാരങ്ങളുണ്ട്. ചില ആളുകൾക്ക് വിശ്വസിക്കുന്നത് വനാന്തരങ്ങളിലോ അല്ലെങ്കിൽ ഗുഹയുടെ അന്തർഭാഗങ്ങളിലോ പോയി തപസ് ചെയ്താൽ അവർക്ക് ചില വെളിപാടുകൾ വരും. നേരിട്ട് സന്യാസിമാർക്കും മുനിമാർക്കുമൊക്കെ ദൈവികമായ കാര്യങ്ങൾ അറിയാൻ എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ്. പക്ഷെ ഇസ്ലാം അങ്ങനെയല്ല വിശ്വസിക്കും. ഇസ്ലാം പറയുന്നത് മനുഷ്യന് അദൃശ്യമായ കാര്യങ്ങൾ അറിയാൻ, ദൈവികമായ കാര്യങ്ങൾ അറിയാൻ, ദീനിയായ കാര്യങ്ങൾ അറിയാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ, അത് വഹിയാണ്. അഥവാ ഇതൊക്കെ അറിയുന്ന അല്ലാഹു മനുഷ്യനത് ഏതെങ്കിലും ചാനൽ വഴി എത്തിച്ചു കൊടുക്കണം. അതിനുള്ള ആ ചാനലുകളാണ് ജിബ്രീൽ അലൈഹിസ്സലാം വഴി പ്രവാചകന്മാരിലൂടെ, വേദഗ്രന്ഥങ്ങളിലൂടെ, അഥവാ വഹിയിലൂടെ എത്തിച്ചു കൊടുക്കും. ഈ വഹി ഒരാൾക്ക് സ്വന്തം പ്രയത്നം കൊണ്ട് നേടിയെടുക്കാൻ കഴിയും. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു എത്തിച്ചുകൊണ്ട്, അല്ലാഹു ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അല്ലാഹു എത്തിച്ചു കൊടുക്കുമ്പോൾ മാത്രമേ ലഭിക്കൂ. അപ്പൊ സ്വാഭാവികമായി മനുഷ്യൻ എന്ന ഈ ഭൂമിക്കുള്ളിൽ, ഈ ഭൂമിയെ തന്നെ മുഴുവനും പഠിക്കാൻ ഇതുവരെ കഴിയാത്ത മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ ഭൂമിക്കും അപ്പുറത്ത്, ഈ പ്രപഞ്ചത്തിനും അപ്പുറത്ത് അതിന്റെ സൃഷ്ടാവ് പറയുന്ന കാര്യങ്ങൾ അവരെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും അത്ഭുതങ്ങൾ തന്നെയായിരുന്നു. അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യങ്ങളൊക്കെ അത്ഭുതങ്ങളായിരുന്നു. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബഖറയിൽ ആദ്യം തന്നെ പറയും അല്ലദീന യുമിനൂന ബിൽ ഗൈബി, വിശ്വാസികൾ അവർ ഗൈബിൽ വിശ്വസിക്കുന്നവരാണ് എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് ഗൈബ്, അദൃശ്യം, മനുഷ്യരോട് നൽകും, അത് മനസ്സിലാക്കാൻ കഴിയും. അത് പ്രവാചകന്മാരോട് വഹയിലൂടെ തന്നതാണ്. അപ്പൊ ഗൈബിയായ കാര്യങ്ങൾ അത്ഭുതങ്ങൾ ഉണ്ടാകും. മനുഷ്യന് ഒരു പക്ഷേ അവന് ഉൾക്കൊള്ളാൻ കഴിയാത്തതുണ്ടാകും. അതിനർത്ഥം അത് ബുദ്ധിക്കെതിരാണ്. ബുദ്ധിക്ക് എതിരായത് വേറെ, മനുഷ്യ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തത് വേറെ. ഇപ്പൊ ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞ മൊബൈൽ ഫോണിന്റെ ഉദാഹരണം. ഒരു 500 കൊല്ലം മുമ്പ് മനുഷ്യനോട് നമ്മൾ മൊബൈൽ ഫോൺ എന്ന് പറയുന്ന ഒരു വസ്തുവിനെ കുറിച്ച് വിശദീകരിച്ചു കൊടുക്കാൻ നിന്നാൽ അന്നത്തെ സമൂഹം നമ്മളെ പിടിച്ച്, പിന്നെ അന്ന് പ്രാന്താശുപത്രി ഉണ്ടെങ്കിൽ പ്രാന്താശുപത്രിയിലാണ്. അന്ന് നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് പറയാൻ നിന്നാൽ ആളുകൾ നമ്മളെ ഭ്രാന്തരെന്ന് വിളിക്കും. അതിന് പക്ഷെ അന്നത്തെ ആളുകൾക്ക് അത് അവരുടെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല എന്നാണ്. വളരെ തെറ്റല്ല. കാലം മുന്നോട്ട് പോയി, സംവിധാനങ്ങൾ വളർന്നു, മനുഷ്യന്മാർ പഠനം ഒരുപാട് മുന്നോട്ട് കൊണ്ടുപോയി, ശാസ്ത്രം വികസിച്ചു, മനുഷ്യന്മാർ അവരുടെ വിജ്ഞാന മേഖലയിൽ കുറെ മുന്നോട്ട് പോയി കണ്ടുപിടുത്താണ്. ഇന്ന് മനുഷ്യരോട് അത് പറഞ്ഞാൽ അത്ഭുതം. ഇന്ന് മനുഷ്യർക്ക് പറഞ്ഞാൽ ഇന്ന് മനുഷ്യന്മാർ ചന്ദ്രനിലേക്ക് പോകുന്നു, പിന്നെ സ്പേസ് ടൂറിസം വരെ ആളുകൾ നടത്താൻ പോകുന്നു. അതൊന്നും മനുഷ്യനൊരു അത്ഭുതകരമായ കാര്യങ്ങൾ തോന്നുന്നില്ല. അപ്പോ കാലം മുന്നോട്ട് പോകുമ്പോൾ മനുഷ്യന്റെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ പാകത്തിലെത്തും. അപ്പോൾ അത് അവർ മനസ്സിലാവും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇസ്ലാമിൽ പാടുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇങ്ങനെയുള്ള വഹിയാണ്. നമ്മൾ ഇന്നലെ നമുക്കുള്ള ചരിത്രമാണ് ഇപ്പോൾ പറഞ്ഞ സംഭവം. പശു സംസാരിക്കുമ്പോൾ മനുഷ്യന് സംസാരിക്കാനുള്ള കഴിവും അതുപോലെ തന്നെ അതിനുള്ള ശേഷിയും നൽകിയ അള്ളാഹുവിന് തന്നെ മറ്റൊരു സൃഷ്ടിയായ പശുവിനെയോ അല്ലെങ്കിൽ വേറെ എന്തു സൃഷ്ടിയായോ അതിനെ സംസാരിക്കുന്നത് എന്ത് സംഭവ്യതയാണുള്ളത്. നാളെ പരലോകത്തെ ആളുകൾ മുഖം കുത്തിയോടായി മുഖത്തിൽ നടക്കുമെന്ന് പിന്നെ അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. സ്വഹാബിമാരോട് പറഞ്ഞു. സ്വഹാബിമാർക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. സ്വഹാബിമാർ ചോദിച്ചു, അല്ലാഹു റസൂൽ അതെങ്ങനെ നടക്കും? കാലുകൊണ്ടല്ലേ പ്രശ്നം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു പറഞ്ഞു, കാലുകൾ എന്നത് അല്ലാഹു തന്നെ നൽകിയ സംവിധാനമാണ് മനുഷ്യൻ നടക്കാൻ. ആ സംവിധാനം സൃഷ്ടിച്ച ആ ഒരു ശേഷി മനുഷ്യന് നൽകിയ അതേ അല്ലാഹുവിന് മനുഷ്യന്റെ മുഖം എന്നത് ഉപയോഗിച്ചുകൊണ്ട് നടത്തിക്കാൻ എത്ര പ്രയാസമാണുള്ളത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു ചോദിച്ചത് നമുക്ക് കാണാൻ കഴിയും. അല്ലാഹുവിന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിരലുകൾക്കിടയിൽ മുഅ്ജിസത്തുകൾ ഇതിന്റെ വലിയൊരു ഭാഗമാണ്. മുഅ്ജിസത്തുകൾ മുസ്ലിങ്ങൾ അംഗീകരിക്കുന്നു, വിശ്വസിക്കുന്നു. പ്രവാചക സ്വല്ലല്ലാഹു കൈവിരലുകൾക്കിടയിൽ നിന്ന് വെള്ളം പുറപ്പെടുവിച്ച സംഭവങ്ങൾ പ്രവാചക ചരിത്രത്തിൽ എത്രയോ തവണ ഉണ്ടായിട്ടുണ്ട്. മനുഷ്യന്റെ പിന്നെ കൈവിരലിൽ നിന്ന് ഒരു മനുഷ്യന് മുറിവുണ്ടാക്കി കഴിഞ്ഞാൽ രക്തം പുറപ്പെടുവിക്കാൻ കഴിയുന്ന അതേ അല്ലാഹുവിന് ആ രക്തത്തിനു പകരം അവിടെ നിന്ന് ജലം പുറപ്പെടുവിക്കാൻ കഴിയും. വിശ്വാസത്തിൽ എന്താ അബദ്ധമാണുള്ളത്? പക്ഷെ മനുഷ്യന്റെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ കഴിയുക അതൊരു അമാനുഷികമാണ്, മനുഷ്യ സാധ്യമല്ല എന്നാണ് മനുഷ്യരുടെ ധാരണയിലുള്ളത്. അപ്പോ ഇത് കൃത്യമായി മനസ്സിലാക്കാൻ നിർബന്ധമാണ്. മനുഷ്യ ബുദ്ധിക്ക് എതിരായ യുക്തിക്ക് പൂർണ്ണമായും വൈരുദ്ധ്യമാണ് ഒരിക്കലും സാധ്യമല്ല. മനുഷ്യ ബുദ്ധി അത്ഭുതപ്പെടുത്തുന്നതും അതിശയപ്പെടുത്തുന്നതും ഒരുപക്ഷെ ഉൾക്കൊള്ളാനാകുമ്പോഴത്തും അത് കുറച്ചു കഴിയുമ്പോൾ ചിലപ്പോൾ മനുഷ്യൻ ഉൾക്കൊള്ളാൻ കഴിയും. അത് ചിലപ്പോൾ നാളെ പരലോകത്തിൽ ഉൾക്കൊള്ളാൻ കഴിയുക. ഏത് രൂപത്തിൽ വഹീനത് സ്ഥിരപ്പെട്ടു വന്നാലും അത് സ്വീകരിക്കുക എന്നാണ് മുസ്ലിമിന്റെ കടമ. ഇനി അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞോ ഇല്ലയോ എന്നുള്ള തന്നെ വിഷയം. ചിലപ്പോൾ ഇപ്പോൾ ഉൾക്കൊള്ളാൻ കഴിയും, കുറച്ചുകൂടി കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ ഉൾക്കൊള്ളാൻ കഴിയുക. അത് വേറെ വിഷയം. എപ്പോ ആ പ്രമാണം മനുഷ്യന് മനസ്സിലായോ അന്ന് അത് ഉൾക്കൊള്ളുക എന്നതാണ് പ്രധാനം. അവനെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞാലും ഇല്ലെങ്കിൽ
അവനെ ശ്രദ്ധിച്ച, അവന്റെ ബുദ്ധിയെ തന്നെ ശ്രദ്ധിച്ച അള്ളാഹുവിന്റെ പ്രമാണങ്ങൾക്ക് കീഴ്പ്പെടുക, അതിനാണ് ഇസ്ലാം എന്ന് പറയുന്നത്. മുസ്ലിം എന്നതിനർത്ഥം അങ്ങനെ തന്നെയാണ്. ഇസ്ലാം അള്ളാഹുവിന് കീഴ്പ്പെടുക, വിധേയപ്പെടുക. അവരെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ അള്ളാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഖലാസ്, പിന്നെ അവിടെ വേറെ ചോദ്യങ്ങളില്ല, ഉത്തരങ്ങളില്ല. ഈച്ചയുടെ ഹദീസ് നമുക്കറിയാം. ഇത് ഒരു പക്ഷേ കേരളത്തിൽ മുജാഹിദുകൾ എന്ന് പറയപ്പെടുന്ന വേദികളിൽ പോലും എടുത്ത് ആളുകൾ പരിഹാസത്തോട് പറയുന്ന ഹദീസാണ്. ഈച്ച നമ്മുടെ പാനീയത്തിന് വിടാൻ അതിലൊന്ന് മുക്കി അതിന്റെ മറ്റേ ചെറിയ ഷിഫാബുണ്ടിയാണ് അള്ളാഹു റസൂൽ സ്വഹീഹായ ഹദീസ്. ആ വിഷയം അനലൈസ് ചെയ്യുക. ആ ഹദീസ് സ്ഥിരപ്പെട്ട് വന്നിട്ടുണ്ടോ? ഹദീസ് സ്വഹീഹാണോ? അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞോ? ഈച്ചയെ സൃഷ്ടിച്ചത് അള്ളാഹുവാണ്. അതേ അള്ളാഹുവാണ് അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഇങ്ങനെ വഹ്യിന്റെ അടിസ്ഥാനത്തിൽ പ്രവാചകന്റെ ഹദീസുകളൊക്കെ വഹ്യാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. നമ്മുടെ മനസ്സിൽ ഇഷ്ടപ്പെടാം, ഉൾക്കൊള്ളാം. അത് അംഗീകരിക്കൽ മുസ്ലിം എന്നത് നമ്മുടെ പാരമ്പര്യം. ഏത് വിഷയമായി എത്രയോ കാര്യങ്ങൾ, ഹദീസുകൾ, ഇതൊക്കെ തള്ളുന്ന ആളുകളുടെ മറ്റൊരു അവരുടെ ഒരു കാര്യം തോന്നല്ല. അവര് ഈ ഹദീസുകളൊക്കെ നിഷേധിക്കുന്നതും ഇതിൽ സംശയം ജനിപ്പിക്കുന്നതും എന്തെങ്കിലും ഒരു പോയിന്റ് അവരുടെ അടുത്തുണ്ടായില്ല. നേരെ കുറച്ച് എന്താ നിങ്ങളത് ഉൾക്കൊള്ളാതിരിക്കാൻ കാരണം? അത് എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല, എനിക്കത് അംഗീകരിക്കാൻ കഴിയുന്നില്ല, എന്റെ ബുദ്ധിക്കത് യോജിക്കുന്നില്ല. അതുകൊണ്ടാണ് മറ്റെന്തെങ്കിലും തെളിവിന്റെ അടിസ്ഥാനത്തിലാണ്. അല്ല, അതെന്താ? അത് ബുദ്ധിക്ക് യോജിക്കുന്നത്. ആരുടെ ബുദ്ധിക്ക്? അത് എന്റെ ബുദ്ധിക്ക് യോജിക്കുന്നു. ഇതാണ് പലപ്പോഴും ഹദീസുകളെ നിരാകരിക്കാനും ഇസ്ലാമിക പ്രമാണങ്ങൾ തന്നെ ചവറ്റുകൊട്ടിലേക്ക് തള്ളാൻ ഒരുപാട് ആളുകളെ പ്രേരിപ്പിക്കുന്ന അവർക്ക് ഘടകമാകുന്ന കാര്യം. മറ്റൊന്ന് ഇതുകൊണ്ടുണ്ടാകുന്ന ഒരു അപകടം, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വഹ്യിന് മുകളിൽ നമ്മുടെ ബുദ്ധിയെ പ്രതിഷ്ഠിക്കുന്നില്ല. ആത്യന്തികമായി ഉണ്ടാകുന്നത് അതാണല്ലോ. അല്ലാഹു പറയുന്നു, അല്ലാഹുവിന്റെ വഹ്യിലൂടെ ഏറ്റവും സുരക്ഷിതമായ ആ ഒരു മാർഗത്തിലൂടെ ജിബ്രീൽ അലൈഹിസ്സലാം വഴി അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ നമുക്ക് എത്തിയ ആ വഹ്യ്, അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്മാർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന ഈ വഹ്യ്, അതിനൊക്കെ മുകളിലാണ് ഇപ്പോൾ ഞാൻ. ഈ ലോകമുണ്ടായി എന്ന് നമുക്ക് കറക്റ്റ് എന്നാണെന്ന് കൂടി അറിയും. എത്രയോ വർഷങ്ങൾക്ക്, എത്രയോ ജനസമൂഹങ്ങളിലൂടെ കഴിഞ്ഞുപോയി. നമ്മളെക്കാൾ ബുദ്ധിപരവും കായികമായ മുന്നിൽ നിൽക്കുന്ന എത്രയോ ജനജാതികളിലൂടെ കഴിഞ്ഞുപോയി. വിശുദ്ധ ഖുർആൻ മുൻകാല സംഭവങ്ങളെ കുറിച്ചൊക്കെ അല്ലാഹു പറഞ്ഞു. നമ്മൾ ഇന്ന് കണ്ടാൽ അത്ഭുതപ്പെട്ടു പോകുന്ന ഭീമാകാരമുള്ള മനുഷ്യ സൃഷ്ടിപ്പുകൾ, ജീവികളൊക്കെ ലോകത്ത് കഴിഞ്ഞുപോയി. എന്നിട്ട് ഈ ഇത്ര കാലത്ത് മനുഷ്യന്റെ ചരിത്രത്തിലൂടെ ഇനി എത്ര കാലം ഭൂമി ഉണ്ടാവും അത് നമുക്കറിയാം. അതിൽ തന്നെ ഈ വലിയ പ്രപഞ്ചം, തൊട്ടപ്പുറത്തുള്ള ഗ്രഹങ്ങൾ പോലും മനുഷ്യൻ പഠിച്ചത് പോട്ടെ, ഇന്ന് നിലവിലുള്ള ഭൂമിയിലുള്ള സസ്യജാലങ്ങൾ പോലും മനുഷ്യൻ പൂർണ്ണമായി മനസ്സിലാക്കും. അതിനും അപ്പുറത്ത് ഈ ഒരു സൂര്യന്റെ ചുറ്റും വലപ്പിക്കുന്ന ഈ ഒരു സോളാർ സിസ്റ്റം, അതിനുള്ളിൽ തന്നെ എല്ലാ ഗ്രഹങ്ങളും മനുഷ്യൻ പഠനത്തിന് പോകാൻ തന്നെ കഴിയും. അപ്പുറത്തൊരു നമ്മുടെ ഗാലക്സി, നമ്മുടെ ഗാലക്സിക്ക് അപ്പുറം ഒരു മിൽക്കി വേക്കും അപ്പുറം ആൻഡ്രോമീഡ എന്നൊരു ഗാലക്സി ഉണ്ട് എന്ന് മാത്രമേ അറിയുള്ളൂ. എന്താണ് അവിടെ അനുകൂലം നമുക്ക് അറിയും. അങ്ങനെ എത്രയോ ഗാലക്സികളുടെ ഈ പ്രപഞ്ചം, അതിലെ ഈ ഉള്ളിലുള്ള ഈ സോളാർ സിസ്റ്റങ്ങളിൽ ഭൂമിയിലിരുന്ന് 2025 ജീവിക്കുന്ന ഒരു മനുഷ്യൻ പറയുന്നു, ഇതൊക്കെ അള്ളാഹു പറഞ്ഞൊരു കാര്യം എന്റെ ബുദ്ധിക്ക് യോജിച്ചിട്ടില്ല, അതുകൊണ്ട് എനിക്കത് സ്വീകരിക്കാൻ കഴിയും. അള്ളാഹു തന്ന ആ വഹ്യിനേക്കാൾ മുകളിലാണ് എന്റെ ബുദ്ധി. ഇതാണല്ലോ ആത്യന്തികമായി ഈ ഒരു മനുഷ്യൻ വഹ്യിനേക്കാൾ മുകളിൽ, ഹദീസുകളേക്കാൾ മുകളിൽ പ്രമാണങ്ങളെ സ്ഥാപിച്ചാൽ ഉണ്ടാക്കുവാനുള്ള അബദ്ധം. ഇത് ആരൊക്കെ എപ്പോഴൊക്കെ പ്രയോഗിച്ചിട്ടുണ്ടോ അവർക്കൊക്കെ അബദ്ധം സംഭവിച്ചിട്ടുണ്ട്. വഹ്യിന് മുകളിൽ ബുദ്ധിയെ, പ്രമാണങ്ങൾക്ക് മുകളിൽ ബുദ്ധിയെ ആരൊക്കെ പ്രതിഷ്ഠിച്ചിട്ടുണ്ടോ അവർക്കൊക്കെയും ഇസ്ലാമിക ചരിത്രത്തിൽ വളരെ വലിയ കാലിടറുകൾ ഉണ്ടായിട്ടുണ്ട് എന്നതാണ് ചരിത്രത്തിൽ നിന്ന്, അതുപോലെ തന്നെ നമുക്ക് ഇന്നത്തെ കാലത്ത് നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം. ഹദീസുകളിൽ വന്ന ചില കാര്യങ്ങൾ. ഒന്ന്, നമ്മുടെ ബുദ്ധി നമ്മൾ തന്നെയും നമ്മുടെ സൃഷ്ടികളാണ്. അള്ളാഹുവിന്റെ സൃഷ്ടികൾ അള്ളാഹു എങ്ങനെയാണോ അള്ളാഹുവിന്റെ സൃഷ്ടികൾ അള്ളാഹു തീരുമാനിച്ചിരിക്കുന്നത് ആ നിലക്ക് നടക്കും എന്നത് മനസ്സിലാക്കിയാൽ തീരാവുന്ന പ്രശ്നമേ ഇതിലുള്ളൂ. അള്ളാഹുവിന്റെ സൃഷ്ടികൾക്ക് അള്ളാഹു വെച്ച സംവിധാനങ്ങൾ എങ്ങനെയാവും? നമ്മൾ നേരത്തെ ഉറുമ്പിന്റെ ഉദാഹരണം പറഞ്ഞതുപോലെ, ഒരു ഉറുമ്പ് ചിന്തിക്കുമ്പോൾ ഉറുമ്പിന് ആ പള്ളിയുടെ അങ്ങേയറ്റത്തേക്ക് എത്താൻ ചിലപ്പോ ഇത്ര മിനിറ്റുകൾ വേണ്ടി വരും. അപ്പൊ മനുഷ്യനാകുന്നത് നമ്മളെ ആ ഉറുമ്പിനെ ഇങ്ങനെ എടുത്ത് അവിടെ കൊണ്ട് വെക്കാൻ കുറച്ച് സെക്കൻഡുകൾ വേണം. അപ്പൊ ഉറുമ്പ് ചിന്തിക്കണം, ഒരു അത്ഭുതം. യഥാർത്ഥത്തിൽ അതിനേക്കാൾ വലുതാണ് ഈ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ. ഇത്ര പെട്ടെന്ന് ഈ ഒരു യാത്ര സാധ്യമായി. ഇത് മനുഷ്യൻ ചിന്തിക്കുന്ന ഹദീസുകളിൽ നമുക്ക് എത്രയോ കാര്യങ്ങൾ നമുക്ക് കാണാൻ. അല്ലാഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും ഒക്കെ ഉദ്ധരിച്ച ഒരു ഹദീസാണ്, സൂര്യൻ അല്ലാഹുവിന് സുജൂദ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നത്.
അർശിന്റെ കീഴിൽ ആർശിന്റെ കീഴിൽ സൂര്യൻ സുജൂദ് ചെയ്യും. അപ്പൊ ഒരു ബുദ്ധി കൊണ്ട് മാത്രം ചിന്തിക്കുന്ന മനുഷ്യൻ എങ്ങനെ ഇപ്പോ മനുഷ്യന്മാരല്ലേ സുജൂദ് ചെയ്യാം? സൂര്യന് കൈക്കാലുണ്ടോ? മനുഷ്യന്മാർ നെറ്റി കൂടെ സൂര്യനെ എങ്ങനെ സുജൂദ് ചെയ്യാം? മനുഷ്യനെ സൃഷ്ടിച്ച അള്ളാഹു ഉണ്ട്. ആ അള്ളാഹു പറയും സൂര്യൻ സുജൂദ് ചെയ്യുന്നു. അതേ അള്ളാഹുവിനെ സൃഷ്ടിയാണ് സൂര്യൻ. സൂര്യൻ എങ്ങനെയാണ് സുജൂദ്? ഒരു ബുദ്ധി കൊണ്ട് മാത്രം ചിന്തിക്കുന്ന ഒരു മനുഷ്യൻ പറയും അതൊരിക്കലും ഈ ബുദ്ധിക്കെതിരാണ്. സൂര്യനെ നമ്മൾ കാണുന്നില്ലല്ലോ, സൂര്യനെ എങ്ങനെ സുജൂദ് ചെയ്യും? അള്ളാഹു സൂര്യനെ സൃഷ്ടിച്ച അള്ളാഹു സൂര്യന്റെ സുജൂദിനും ഒരു ക്രമം നിശ്ചയിച്ചിട്ടുണ്ടാകും. മനുഷ്യനെ സൃഷ്ടിച്ച അള്ളാഹു മനുഷ്യന്റെ സുജൂദിന് നിശ്ചയിച്ച രൂപം അവന്റെ കൈകൾ കൊണ്ടും കാൽമുട്ടുകളും കാൽപാദങ്ങളും അതുപോലെ തന്നെ നെറ്റി കൊണ്ടും മൂക്ക് കൊണ്ടും ഒക്കെ പിന്നെ പറഞ്ഞതുപോലെ 7 അവയവങ്ങളിൽ സുജൂദ് ചെയ്യാൻ കൽപ്പിച്ചു എന്ന രൂപമാണ്. ഇതിനേക്കാൾ അപ്പുറത്ത് അവയവങ്ങളില്ലാത്ത അല്ലെങ്കിൽ ഏതാണ് രൂപം അള്ളാഹു നിശ്ചയിച്ച സൂര്യൻ എങ്ങനെയാണ് അള്ളാഹു സാഷ്ടാംഗം പ്രണമിക്കേണ്ടത് എന്ന രൂപം അള്ളാഹു നിശ്ചയിച്ചുകൊണ്ടിട്ടുണ്ടാവും. അപ്പോ അതിനെങ്ങനെ മനസ്സിലാക്കുന്നതിന് പ്രശ്നം മാത്രമേ ഉള്ളൂ. ഇങ്ങനെ എത്രയോ കാര്യങ്ങൾ അയാളോട് ചോദിച്ചാൽ ഒരു വിശ്വാസിയാണെങ്കിൽ അയാളോട് നമുക്ക് ചോദിക്കാൻ പറ്റും എന്ന് നിങ്ങൾ എന്താണ് പറയുന്നത്? നിങ്ങൾ പറയുന്നത് എന്താണ്? ആ സൂര്യനെ സൃഷ്ടിച്ചത് അള്ളാഹു ആണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? അതെ, അയാളെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ കാര്യം എളുപ്പമാണ്. മനുഷ്യനെ സൃഷ്ടിച്ചതും അള്ളാഹു ആണ് എന്ന് വിശ്വസിക്കുന്നതും അതെ, മനുഷ്യന് സുജൂദ് പഠിപ്പിച്ചതും നിസ്കരിക്കണം എങ്ങനെ കൽപ്പിച്ചതും ആരാണ്? അള്ളാഹുവാണ്. അതേ അള്ളാഹു സൂര്യനെ ഒരു സുജൂദിന്റെ ക്രമം പഠിപ്പിക്കാൻ, സൂര്യന്റെ ആരാധനയുടെ ക്രമം പഠിപ്പിക്കാൻ അള്ളാഹു പിന്നെ എന്ത് പ്രശ്നമാണ്? ഈ പറയുന്ന നീ സൂര്യന്റെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ടുണ്ടോ? മറ്റൊരു ചോദ്യമാണ്. ബുദ്ധിക്കെതിരാണ് ഒരു ഈച്ചയുടെ ഹദീസ് പോലും പിന്നെ പറയുന്ന ആളുകൾ മനസ്സിലാക്കേണ്ട സംഗതിയാണ്. ആയിക്കോട്ടെ, ഈച്ച എന്ന ആ ഒരു പ്രാണിയെ കുറിച്ച്, ആ ഒരു പിന്നെ അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് എല്ലാ കാര്യങ്ങളും നിനക്കറിയാം. ഈച്ചയുടെ എല്ലാ കാര്യങ്ങളും മനുഷ്യர்களுം മൊത്തം മനസ്സിലാക്കിയിട്ടുണ്ടോ? മനുഷ്യൻ ഭൂമി പോട്ടെ, ആമസോൺ കാടുകളിലെ പോലും പിന്നെ അവിടുത്തെ ഫ്ലോറ ഫൗണ, അവിടുത്തെ സസ്യജാലങ്ങളും അവിടുത്തെ സസ്യങ്ങളും ജന്തുജാലങ്ങളെ കുറിച്ച് മനുഷ്യൻ മുഴുവൻ പഠിച്ചു കഴിഞ്ഞിട്ടില്ല എന്നാണ് പിന്നെ ആധുനികമായ ആരെടുത്ത് പഠനം പറയും. ഭൂമി പോട്ടെ, കടൽ, മനുഷ്യന്റെ കടലിന്റെ എത്രയോ ചുരുങ്ങിയ ശതമാനം, 90-ലധികം കടൽ പോലും മനുഷ്യൻ മനസ്സിലാക്കണം. ഇപ്പൊ ഉള്ള ഭൂമിയെ കുറിച്ച് തന്നെ അവൻ നിലനിൽക്കുന്ന സ്ഥിരം ഇടപെടുന്ന വർഷങ്ങളായി മനുഷ്യന്റെ വംശം താമസിക്കുന്ന ഈ സ്ഥലത്തെ കുറിച്ച് പോലും അത് തിരിച്ചറിയാൻ ഇതിലെ ഓരോ സൂക്ഷ്മ ജീവികളെ കുറിച്ചും മനുഷ്യൻ എത്രമാത്രം അറിയാനുള്ളത്. അപ്പൊ ഇതിനൊക്കെ സൃഷ്ടിച്ച സൃഷ്ടാവ് പറയുന്നതാണോ? ഇതിനൊക്കെ ഇപ്പുറത്ത് നിന്ന് കുറച്ച് ഭൂമിയുടെ ആയുസ്സൊന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ അതിൽ 50-60 കൊല്ലം നമ്മൾ കേരളത്തിലാണ് ജീവിക്കുന്നത്. നമ്മൾ കേരളത്തിലോ ഏതെങ്കിലും നാട്ടിലൊക്കെ ജീവിച്ച് മനുഷ്യമായ മനുഷ്യൻ ഇതിനൊക്കെ സൃഷ്ടിച്ച അള്ളാഹുവിനെ വെല്ലുവിളിക്കുന്നു. അതിനേക്കാളും വളരെ എന്റെ ബുദ്ധിയാണ്. അപ്പോ അതിനെ യുക്തിരാഹിത്യം, ബുദ്ധിരാഹിത്യം എത്രമാത്രം ഉണ്ട് എന്നത് നമ്മൾ മനസ്സിലാക്കുക. ഇങ്ങനെ തന്നെയാണ് ഒരുപാട് ഹദീസുകൾ പറഞ്ഞ വഹീന്റെ അടിസ്ഥാനത്തിൽ വന്ന ദൈവീയായ കാര്യങ്ങൾ പറയുന്ന ഒരുപാട്. ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒന്ന്, എന്തു വന്നാലും ഈ ലോകത്ത് ഏത് കാലഘട്ടങ്ങളുമായി പറഞ്ഞാൽ മനുഷ്യന്റെ പഠനങ്ങൾ, അവന്റെ വിജ്ഞാന മേഖലകൾ, ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ അത് എത്ര അഡ്വാൻസ്ഡ് ആയാലും അതിനേക്കാളും അപ്പുറത്തുള്ള അള്ളാഹുവിന്റെ വഹി, അതിനാണ് ഒന്നാമത്തെ നമ്മൾ പരിഗണന കൊടുക്കേണ്ടത് എന്നത് ഒരു അടിസ്ഥാനമായി നമ്മൾ മനസ്സിലാക്കും. എന്തു മാറി പറഞ്ഞു, ഈ ലോകത്ത് എന്തൊക്കെ മാറി പറഞ്ഞാലും മനുഷ്യന്മാരൊക്കെ ഈ ഭൂമിയിൽ നിന്ന് പോയി വേറെ ഗാലക്സിയിൽ താമസം എന്തായാലും വഹിയാണ് ഒന്നാമത്തെ. അതിനാണ് പരിഗണന, അതാണ് നമ്മുടെ അടിസ്ഥാന ബേസ്. അതാണ് അതിനുള്ളിൽ നിന്നുകൊണ്ടാണ് മനുഷ്യൻ ചിന്തിക്കേണ്ടത് എന്നത് മനുഷ്യന്റെ ബുദ്ധിയിൽ മനുഷ്യൻ മനസ്സിലാക്കേണ്ട കാര്യമാണ്. രണ്ടാമത്തെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കിയതുപോലെ ഒരിക്കലും ശരിയായ ബുദ്ധിയും മനുഷ്യൻ കണ്ടെത്തിയ ശരിയായ ബുദ്ധിയും അള്ളാഹുവിന്റെ പ്രമാണങ്ങളും തമ്മിൽ ഒരിക്കലും വൈരുദ്ധ്യം ഉണ്ടാവില്ല. നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരിക്കലും തമ്മിൽ നേരത്തെ വൈരുദ്ധ്യം ഉണ്ടാവുകയും. മൂന്നാമത്തെ ഒരു കാര്യം, ഇങ്ങനെ എന്തൊരു വിഷയം വന്നാലും ഇത് സമൂഹത്തിൽ കാണുന്നത്, ഇങ്ങനെ ഒരു വിഷയം വന്നാൽ ഉടനെ ആരെങ്കിലും തീരുമാനിക്കുന്നതാണ് നോക്കിക്കോളൂ, ഈ കാലഘട്ടത്തിൽ പ്രമാണങ്ങൾ എന്താണ്. അതാണ് മനുഷ്യരുടെ ഒന്നാമത്തെ ലക്ഷ്യം എന്ന് പറയും. ആളുകൾ അതാണല്ലോ ലക്ഷ്യം. എന്താണ് ആളുകൾ പറഞ്ഞു? ഒരുപാട് ആളുകൾ ഹദീസുകളെ നിഷേധിക്കുന്ന ആളുകൾ പോലും പറയും ഹദീസ് നിദാന ശാസ്ത്രത്തിൽ ദാറഖുത്നി ബുഖാരിയുടെ ഹദീസിനൊക്കെ നിരൂപിച്ചിട്ടുണ്ടെന്നൊക്കെ പറയും. ഈ പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ഹദീസ് നിഷേധിക്കാൻ വേണ്ടിയിട്ടാണ്, ഇതിനെ നിഷേധിക്കാൻ വേണ്ടി. പക്ഷെ ഇന്നിലോ ദാറഖുത്നി അടക്കമുള്ള ഈ ലോകത്ത് വന്ന പണ്ഡിതന്മാരൊക്കെയും ഹദീസിൽ നിദാന ശാസ്ത്രത്തിൽ ഇതിനൊക്കെ പഠനം നടത്തിയത് എന്തിനു വേണ്ടിയിട്ടാണ്? ഹദീസുകളെ സ്വീകാര്യയോഗ്യമാക്കാൻ വേണ്ടിയിട്ട്, ഏതെങ്കിലും തരത്തിൽ ശരിയെ ഉൾക്കൊള്ളാം, സത്യം മനസ്സിലാക്കണം എന്ന ഉദ്ദേശിച്ചാണ്.
അപ്പോ ഈ രംഗത്ത് എന്ത് പ്രശ്നം വന്നാലും നമ്മുടെ മനസ്സിൽ ആദ്യപ്പെട്ടാണ് സത്യം മനസ്സിലാക്കണം എന്ന ഹക്കിലേക്ക് എത്തിപ്പെടണം എന്ന ഉദ്ദേശമാണ് നമുക്കുണ്ടാകും. അല്ലാതെ ആദ്യമേ വന്നു നമ്മുടെ ഉള്ളതൊക്കെ ഒഴിവാക്കി എല്ലാം നിഷേധിച്ച് നമ്മളെ ബുദ്ധിയെ കൊണ്ടിട്ട് പോകണം. ശരി എന്താണോ സത്യം എന്താണോ അത് മനസ്സിലാക്കുക എന്ന ലക്ഷ്യമായിരിക്കണം ഈ ഏത് രംഗത്തും നമുക്ക് ഉണ്ടാകും. മറ്റൊന്ന്, പ്രമാണങ്ങളുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഈ ഹദീസുകളുമായി ബന്ധപ്പെട്ട് എന്ത് സംശയം വന്നാലും നമ്മൾ എല്ലാ കാര്യത്തിലും ദീന്റെ കാര്യത്തിൽ പറയുമ്പോൾ ആദ്യം സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ മറ്റേ സംശയം നമുക്ക് ഉണ്ടായി ഇന്നൊരു ഹദീസിനെ സംബന്ധിച്ചൊരു പ്രശ്നം വന്നാൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് ഇത് അറിയുന്ന ഒരു മനുഷ്യനെടുത്ത് പോയി ചോദിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു പക്ഷേ ആ ഹദീസ് സുന്നീഹല്ലായിരിക്കും. കുറെ ആരോപണങ്ങളും പറഞ്ഞു ഇസ്ലാമിനെതിരെ കുറെ ദുരാരോപണങ്ങളും എല്ലാം എഴുതി വിട്ടതിന് ശേഷം ആണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഹദീസ് എന്ന് സുന്നീഹ. അപ്പൊ ആദ്യമേ ഒരു അറിവുള്ള പണ്ഡിതനോട് ചോദിച്ചാൽ ഹദീസ് ഉള്ളതാണ്. രണ്ടാമത് ഇതിനെതിരെ ഉന്നയിക്കപ്പെടുന്ന ആ ബുദ്ധി, ആ യുക്തി അത് ശരിയാണോ എന്നാണ് അത് ആരെങ്കിലും വാദം മാത്രമാണോ അതല്ല മറ്റേത് ആലോചിക്കണം. മൂന്നാമത്തേത്, നമ്മൾ ചിലപ്പോ ആ ഹദീസിന്റെ എതിരാണെന്ന് മനസ്സിലാക്കി ആ മനസ്സിലാക്കലിലെ പ്രശ്നമാണ്. അപ്പൊ ഇതൊക്കെ ഒരു പണ്ഡിതത്തിൽ എന്തായാലും നമുക്ക് ദൂരീകരിക്കുന്നു. അപ്പൊ പണ്ഡിതൻ പറഞ്ഞു ഈ മനസ്സിലാക്കി ഇന്ന രൂപത്തിലാണ് മനസ്സിലാക്കുന്നത്, ഈ ഹദീസിനെ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയല്ല, ഈ രൂപത്തിലാണ് ഹദീസിനെ മനസ്സിലാക്കേണ്ടത് എന്ന് നമുക്ക് വിശദീകരിച്ചു. അപ്പോൾ വലിയ സംഗതി വരും. അപ്പോൾ അറിവുള്ള ഒരു മനുഷ്യനെ കുറിച്ച് ക്ലാരിഫൈ ചെയ്യുക എന്നതാണ് ഈ മേഖലയിലൊക്കെ ഏറ്റവും പ്രധാനമായി നമ്മൾ മനസ്സിലാക്കുക. മറ്റൊന്ന്, ഹദീസുകൾക്കെതിരെ ഉന്നയിക്കപ്പെടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വിമർശനങ്ങളിലൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചിരുന്നു. പല ഹദീസുകളും ആഹാദായ ഹദീസുകളാണ് എന്നാണ് ആളുകൾ പറയുക. ഹദീസുകളുടെ രണ്ട് ഹദീസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട അതിന്റെ വഴികൾ, അതിന്റെ എണ്ണം പരിഗണിച്ചാണ് ഹദീസുകളെ രണ്ട് കാറ്റഗറി ആയിട്ടുള്ളത്. മുതവാത്തിർ എന്നും ആഹാദ് എന്നും. മുതവാത്തിർ, തവാത്തുർ എന്ന് പറഞ്ഞാൽ ഒരു ഹദീസ് ഒരു സഖ്യം ആളുകൾ, എത്ര സംഖ്യയാണ് പല പണ്ഡിതരും അഭിപ്രായം പറഞ്ഞു. അഥവാ ഒരു വലിയൊരു വിഭാഗമാണ് റസൂലിന്റെ ഒരു 10-30 സ്വഹാബിമാരിക്കും 10-30 സ്വഹാബിമാർ അല്ലെങ്കിൽ ഒരു കൂട്ടം വലിയ സംഘം ആളുകൾ എന്തായാലും ഒരുമിച്ച് കള്ളം പറയും. അയാൾ കള്ളം പറയുകയാണെങ്കിൽ ഓക്കെ, ഒരുപാട് ആളുകൾ കേട്ടോ കള്ളം. അപ്പൊ ഒരുപാട് ആളുകൾ കേട്ടു, അവരിൽ നിന്ന് ഒരുപാട് ആളുകൾ കേട്ടു. അങ്ങനെ ഒരു സംഘം ആളുകളെ ഉന്നയിച്ച് ഉദ്ധരിച്ചു വരുന്ന ഹദീസുകൾക്കാണ് മുതവാത്തിർ. ആഹാദ് എന്ന് പറഞ്ഞ ഒരാൾ, വളരെ കുറഞ്ഞ ആളുകൾ മാത്രം ഉദ്ധരിക്കുന്ന ഹദീസുകൾക്കാണ് പൊതുവിൽ ആഹാദായ ഹദീസുകൾ എന്ന് പറയും. അപ്പോ ഹദീസുകൾക്കെതിരെ വിമർശിക്കുന്ന ആളുകൾ മുതവാത്തിറൊക്കെ ഓക്കെ, ആഹാദ് എന്ന് പറയുന്ന ഒരു ഗണം ഹദീസുകളിൽ ഉണ്ടാകും. അപ്പൊ അതുകൊണ്ട് ഹദീസുകളാണ് സ്വീകരിക്കാം, ആഹാദായ ഹദീസുകൾ ഉണ്ടാകുമ്പോൾ സ്വീകരിക്കാം. അതുകൊണ്ട് പലപ്പോഴും ആളുകൾ ചെയ്യുന്നത് ആഹാദായ ഹദീസുകൾ ഉള്ളത് കൊണ്ട് മുതവാത്തിർ ഹദീസുകൾ വരെ തള്ളും. ഹദീസുകൾ മൊത്തം സംശയത്തിന് എഴുതുക. പക്ഷെ ആഹാദായ ഹദീസുകൾ നമ്മൾ കാണിച്ചു. ആഹാദായ ഹദീസുകൾക്ക് വേറൊരു പ്രശ്നമുണ്ട്. അതിന്റെ നിബന്ധനകൾ പൂർത്തീകരിച്ചാലേ ആ ഹദീസും സ്വഹീഹാവുള്ളൂ. ഒരു ഹദീസ് സ്വഹീഹാണെങ്കിൽ നമ്മൾ നേരത്തെ 5 നിബന്ധനകൾ കൃത്യമായത് കേട്ട് പഠിച്ച് മനസ്സിലാക്കണം. ഒരാൾ മറ്റൊരാളെ കണ്ടായാൽ നേരിട്ടത് കേൾക്കണം. ആ കേൾക്കുന്ന ആളുകൾ അത്രയേറെ വിശ്വസ്തരായ ആളുകളായിരിക്കണം. ജീവിതത്തിൽ നമ്മൾ ഒരു റിപ്പോർട്ടറിനെ ഏതൊക്കെ രൂപത്തിലാണ് പണ്ഡിതന്മാർ നിരൂപിക്കുക എന്ന് നമ്മൾ പറഞ്ഞു. അയാളുടെ പോക്ക്, നടപ്പ്, ഇരുത്തം ഒക്കെ പരീക്ഷ, അയാൾ വിശ്വസ്തനാണോ അല്ലയോ, അയാൾക്ക് ഹദീസ് സ്വീകരിക്കാൻ പറ്റുമോ എന്നൊക്കെ പഠിച്ച് മനസ്സിലാക്കണം. അങ്ങനെ വളരെ സങ്കീർണമായ ഒരു അരിപ്പയിലൂടെ കടന്നു വരണം. അതുപോലെ തന്നെ പണ്ഡിതന്മാർ ആവശ്യത്തിൽ ഒരുപാട് പഠനം നടത്തും. ആ മറ്റു ഹദീസുകളെ താരതമ്യം, അതിന്റെ എല്ലാ വഴികളും പരിശോധിക്കും. ഇങ്ങനെ എത്രയോ പ്രോസസ് കഴിഞ്ഞിട്ടാണ് ഒരു ഹദീസ് സ്വഹീഹാകുക. അപ്പൊ അങ്ങനെ പ്രോസസ്സുകൾ കടന്നു വന്നു കഴിഞ്ഞാൽ ആഹാദാകട്ടെ മുതവാത്തിറാകട്ടെ സ്വഹീഹ് എന്നതിനുള്ള ആ സങ്കീർണമായ നൂലാമാലങ്ങൾ കടന്നു വന്നാൽ ഒരു മനുഷ്യനെ സ്വീകരിക്കുന്നതിന് ഒരു പ്രയാസവുമില്ല. അപ്പൊ അവിടെ മനുഷ്യന്മാർ പലപ്പോഴും സംശയിക്കും. ആ സംശയത്തിന് എന്ത് അടിസ്ഥാനമാണുള്ളത്? നേരത്തെ പറഞ്ഞ മുതവാത്തിർ ഒരു സ്വഹാബിയുടെ ഹദീസ്. ഒരു ഉദാഹരണം പറയുമ്പോൾ കുറച്ചുകൂടി മനസ്സിലാവും. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്ത് ഒരിക്കൽ ഉണ്ടായ പ്രധാനപ്പെട്ട ഒരു സംഭവമായി ഖിബ്ല മാറ്റം. മദീനയിലെത്തി ഒരു 16-17 മാസങ്ങളോളം മുസ്ലിങ്ങൾ നിസ്കരിച്ചിരുന്നത് ബൈത്തുൽ മഖ്ദിസ്, ഷാമിലെ ജെറുസലേമിലേക്ക് തിരിഞ്ഞായിരുന്നു അവർ നിസ്കരിച്ചിരുന്നത്. അപ്പൊ മക്ക ഇവിടെ, മദീന നടുക്ക്, ബൈത്തുൽ മഖ്ദിസ് അപ്പുറത്ത്. അപ്പൊ മദീനക്കാർ ബൈത്തുൽ മഖ്ദിസിലേക്ക് തിരിഞ്ഞാൽ നിസ്കരിക്കുന്നത്. മുസ്ലിങ്ങളൊക്കെ നിസ്കരിക്കുന്നത് അങ്ങോട്ടാണ്. അതാണ് ആദ്യത്തെ മുസ്ലിങ്ങൾക്ക് നിശ്ചയിക്കപ്പെട്ട ഖിബ്ല. അപ്പൊ ഈ ഖിബ്ല അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അത്രയേറെ ആഗ്രഹിച്ചിരുന്നു കാബയിലേക്ക് ഖിബ്ല മാറാൻ. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിൽ ഖദ് നറാ തഖല്ലുബ വജ്ഹിക ഫിസ് സമാ ഫലനുവല്ലിയന്നക ഖിബ്ലതൻ തർദാഹാ ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദിൽ ഹറാം
അള്ളാഹുവിന്റെ റസൂൽ ഇങ്ങനെ ഒരുപാട് ആഗ്രഹത്തോടു കൂടി പ്രാർത്ഥിക്കുകയും പിന്നെ അള്ളാഹു പറയുന്നു താങ്കളുടെ പിന്നെ മാറിമറിയാൻ അള്ളാഹു കാണുന്നുണ്ട് മസ്ജിദുൽ ഹറമിലേക്കൊക്കെ മാറ്റി. അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ എത്തി 16-17 മാസം അങ്ങനെ നിസ്കരിച്ചു. പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഞാനീ പറഞ്ഞ സൂറത്തുൽ ബഖറയിലെ 144-ാമത്തെ ആയത്ത് അങ്ങനെ കഅബയിലേക്ക് തിരിഞ്ഞു. അപ്പോ അബ്ബാദ് ബിൻ ബിശ്ർ റളിയല്ലാഹു അൻഹു അദ്ദേഹം അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം അസർ നിസ്കരിച്ചു നിൽക്കുമ്പോഴാണ് ഈ ആയത്ത് പറ്റി പറയുന്നത്. അദ്ദേഹം അസർ നിസ്കരിച്ചു. അപ്പൊ അദ്ദേഹത്തിന് മനസ്സിലായി എന്ത് പുതിയ നിയമം വന്നല്ലോ, പിന്നെ ഖിബ്ല മാറി. അങ്ങനെ അദ്ദേഹം നിസ്കാരം കഴിഞ്ഞ് പിന്നെ നടന്നു അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോകുന്ന വഴി അൻസാരികൾ അവർ നിസ്കരിക്കുന്ന വേറുപണ് അവരുടെ വീടിനടുത്തുണ്ട്. അപ്പൊ ആ സ്ഥലത്ത് കൂടി നടന്ന് പോയപ്പോ അബ്ബാദ് ബിൻ ബിശ്ർ അദ്ദേഹം വിളിച്ചു പറഞ്ഞു, ഞാനിതാ അല്ലാഹുവിന്റെ റസൂൽ നിസ്കരിച്ചിട്ട് വരാം, ജമാഅത്ത് കഴിഞ്ഞ് വരാൻ. ഖിബ്ല നേരെ മാറി മദീന തടുക്കാൻ ബൈത്തുൽ മഖ്ദിസ് അങ്ങോട്ടാണെങ്കിൽ ഇപ്പൊ അങ്ങോട്ട് നിസ്കരിക്കുന്ന ആളുകൾ നേരെ നിർത്തിയില്ല, നേരെ ഓപ്പോസിറ്റ് കഅബ മക്കയിലേക്ക്. അപ്പൊ ഇത് കേട്ടതോടുകൂടി ആളുകളെ അസർ നിസ്കാരത്തിലായിരിക്കുമ്പോൾ ആ സമയത്ത് റുക്കോയിലായിരിക്കും അവർക്ക് അതേപടി തിരിഞ്ഞു. മസ്ജിദുൽ ഖിബ്ലത്തെ 2 ഖിബ്ലയുള്ള മസ്ജിദ് എന്ന് പറയുന്നത് മദീനയിലെ മസ്ജിദ് കാണാം. അപ്പോ ഇവിടെ സ്വഹാബിമാർക്ക് എന്താണ് ഇപ്പോ ഈ പറയുന്ന ആളുകളുടെ ന്യായം അനുസരിച്ച് ഇവിടെ എന്താണ് അള്ളാഹുവിന്റെ റസൂല് പോലും നേരിട്ട് പറഞ്ഞിട്ട് ഒരു കൂട്ടം ആളുകൾ എന്ന് പറയാനേ വിശ്വസിക്കും. അങ്ങനെയല്ല, അഹാദായ ഹദീസുകൾ ദീനിൽ പ്രമാണമാണ് തെളിയിക്കുന്ന ഒരു ഹദീസ് കൂടിയാണ്. അഹാദായ ഹദീസുകൾ ദീനിൽ പ്രമാണം. ഒരു വിശ്വസ്തനായ ഒരു മനുഷ്യനാണ്. നേരത്തെ പറഞ്ഞ നിബന്ധനകളൊക്കെ ഉണ്ട്. സ്വഹാബിയാണ്, പിന്നെ അവിടെ ചർച്ചകളില്ല. ആ സ്വഹാബിയുടെ ജീവിതത്തിലേക്കൊന്നും പിന്നെ നോക്കണ്ട. കാരണം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബിയായി കഴിഞ്ഞ ഒരു മനുഷ്യൻ പിന്നെ അയാൾ പരിപൂർണ്ണ വിശ്വസ്തനാണ്. അയാളെ നേരത്തെ പറഞ്ഞ റിപ്പോർട്ടർമാരെ പോലെ പരിശോധിക്കുന്നു. സ്വഹാബിയാണോ എന്ന് പറഞ്ഞു ആ ആളുകൾക്ക് അദ്ദേഹം അതേപടി വിശ്വസിച്ചു. ആ ചാനൽ ക്ലിയർ ആണ്, ഇത് അതേപടി കേട്ടു. അപ്പൊ ആഹാദായ ഹദീസുകൾ ഇസ്ലാമിക വിജ്ഞാനങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെ സ്വീകരിക്കാൻ കഴിയില്ല എന്ന് പറയുന്നത് മണ്ടത്തരമാണ്. അത് ബുദ്ധിപരമായി യോജിക്കുക. പിന്നെ ഒരു ഹദീസ് വരുന്ന അതിലെ കാര്യങ്ങൾ മാത്രം ആലോചിച്ചാൽ മതിയല്ലോ. ഈ പറയുന്നത് പിന്നെ വെറും നാട്ടുവർത്താനം മറ്റു കാര്യങ്ങളും നല്ലല്ലോ. ഹദീസിലൂടെ പറയും, വഹിയായി ഹദീസോട് പറയും, അള്ളാഹുവിന്റെ റസൂലാണ് പറയും. ആ പറഞ്ഞ ചാനൽ അത്രയേറെ പരിശോധനകൾക്ക് ശേഷം അത് ക്ലിയർ ആണ്. ആ ആള്, ആ വ്യക്തി, ആ റിപ്പോർട്ടർ, ഇതൊക്കെ ക്ലിയർ ആണ്. ആ പറഞ്ഞ കാര്യം വഹിയാണ്. സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ ആഹാദാണ്, മുതവാത്തിലാണ് എന്ന ചോദ്യങ്ങൾ ഉണ്ട്. മാത്രമല്ല, അത് പലപ്പോഴും ഈ ഹദീസുകൾക്കെതിരെ ഉന്നയിക്കപ്പെടുന്ന ഒരുപാട് ആരോപണങ്ങളുണ്ട്. അവർ പിന്നെ തെളിവ് പിടിക്കുന്ന പല കാര്യങ്ങളും ഹദീസിന് വേണ്ടി ഉണ്ടാക്കിയ വിജ്ഞാന ശാസ്ത്രത്തിലുണ്ടായി. അത് എത്രമാത്രം പിണ്ഡിത്തമാണ്. ഹദീസ് സംരക്ഷിക്കാൻ വേണ്ടി മുസ്ലിങ്ങൾ ഒരു വിജ്ഞാന ശാഖ തന്നെ ഉണ്ട്. എന്നിട്ട് ഹദീസ് സ്വീകരിക്കാൻ പറ്റില്ല, ഹദീസിൽ ഒരുപാട് പ്രശ്നമുണ്ടെന്ന് പറയുന്ന ആളുകൾ കൊണ്ടുവരുന്നതിന് ഏതാണ് നിയമം? ഹദീസ് സംരക്ഷിക്കാൻ വേണ്ടി മുസ്ലിങ്ങൾ ഉണ്ടാക്കി കറക്റ്റാക്കി കെട്ടിപ്പടുത്തുണ്ടാക്കിയ ഉലൂമുൽ ഹദീസ്. ഇതിലൊരു നിയമം എടുത്തിട്ടാണ് പറയുന്നത് ഈ നിയമം ഹദീസ് പറ്റില്ല. എത്രമാത്രം വലിയ വ്യക്തിത്വമാണല്ലോ ഉണ്ടാകുന്നത് എന്നത് നമ്മൾ മനസ്സിലാക്കും. അപ്പോ ഇതിൽ ഷെയ്ഖ് സ്വാലിഹ് അസ്സിദ്ദി ഹഫിദഹുല്ലാഹ് അദ്ദേഹത്തിന്റെ മറാഖിൽ വായി എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം ചില ഉപദേശ നിർദ്ദേശങ്ങൾ കൂടി ഈ രംഗത്ത് നമുക്ക് നൽകുന്നത് കാണാം. ഒന്ന്, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഖുർആനുമായി ബന്ധപ്പെട്ട് ഖുർആൻ മാത്രവാദികളായ ആളുകളാണ് ഹദീസുകൾക്കെതിരെ ഒരു വിമർശനം ഉന്നയിക്കുന്നതെങ്കിൽ നമുക്ക് അവരോട് തിരിച്ചു ചോദിക്കാറുള്ളത്, ഹദീസുകൾ ഏത് വഴിയിലൂടെയാണോ നമുക്ക് എത്തിപ്പെട്ടത് അതേ വഴിയിലൂടെ തന്നെ ഖുർആനിൽ എത്തിപ്പെട്ടത്. ഒന്ന് തിരിച്ച് ചിന്തിച്ചു നോക്കൂ, അതിൽ തന്നെ നീ ഉന്നയിക്കുന്ന ഈ വിമർശനത്തിലുള്ള മറുപടി ലഭിക്കും എന്നാണ്. മറ്റൊരു വസീയത്ത് അദ്ദേഹം പറയുന്നത്, ഏതൊക്കെ ഹദീസുകൾക്കെതിരെ വിമർശനങ്ങൾ ഉന്നയിക്കപ്പെട്ടിട്ടുള്ളൂ ഇതിന്റെ രസം കൂടിയാണ്. ഇന്ന് ഈ ഹദീസിനെതിരെ വിമർശനം ഉന്നയിക്കുന്ന ഒരുപാട് ആളുകൾ, ഇവർക്കെതിരെ അൽഹംദുലില്ലാഹ് പല പിന്നെ വേദികളിലായി എത്രയോ നമ്മൾ മറുപടി പറഞ്ഞു. ഈ രംഗത്ത് അവരുടെ ചർച്ചകളിൽ ഇരിക്കാനും 1-2 പരിപാടികളൊക്കെ പങ്കെടുക്കാനും എനിക്കും ഭാഗ്യം ലഭിച്ചു. മൊത്തത്തിൽ ഈ ചർച്ചകളിൽ ഇരിക്കുന്ന ഒരു മനുഷ്യൻ വളരെ പിന്നെ ആ രംഗത്ത് തോന്നുന്ന ഒരു മാനസികാവസ്ഥ എന്ന് പറഞ്ഞാൽ, സത്യം പറഞ്ഞാൽ ഈ രംഗത്ത് ഒരു പണിയും പുതുതായി എടുക്കേണ്ട ആവശ്യം, ഒരു പണി പോലും പുതുതായി പിന്നെ ഒരു ഹദീസിൽ വിമർശനം ചെയ്യുന്ന ഹദീസ് കിട്ടി അതിനെതിരെ നമ്മൾ ലൈബ്രറിയിൽ കൊണ്ടുപോയി ഇരുന്ന് ബുദ്ധി ഇരുന്ന് പഠിക്കുന്ന ആവശ്യമില്ല എന്നുള്ളതാണ്. ഏതൊക്കെ ഹദീസുകൾ ഇന്നുവരെയും
വിമർശന വിധേയമാണ്. കാലങ്ങൾക്ക് മുന്നേ മറുപടി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇമാം ഇബ്നു ഖുതൈബ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് 3-ാം നൂറ്റാണ്ട് 4-ാം നൂറ്റാണ്ടിൽ ചോദിച്ചു പറയപ്പെട്ടതാണ്. അദ്ദേഹത്തിനുണ്ട് മുഖ്തലഫുൽ ഹദീസ് എന്ന് പറയുന്ന കിതാബ്. മുഖ്തലഫുൽ ഹദീസ് ഒരു വിജ്ഞാന ശാഖ തന്നെയാണ്. അഥവാ പരസ്പരം വൈരുദ്ധ്യമാണ്, ഇഖ്തിലാഫാണ് തോന്നുന്ന ഹദീസുകൾ അതിനെ മാത്രം എടുത്ത് അതിലുള്ള കാര്യങ്ങൾ എന്താണ്, ഈ പ്രശ്നങ്ങൾ എന്താണ്, നിങ്ങൾ കാണുന്ന വൈരുദ്ധ്യം എന്താണ് എന്നത് വിശദീകരിക്കുന്നതാണ് നൂറ്റാണ്ടുകൾക്ക് കഴിക്കപ്പെട്ട ഗ്രന്ഥങ്ങൾ. അതൊക്കെ ഒന്ന് വായിച്ച് പഠിച്ച് മനസ്സിലാക്കി ഏതൊക്കെ വിമർശനം അതൊക്കെ മറുപടി ഉണ്ടെങ്കിൽ സ്വീകരണം പറ്റുന്ന നേരത്തെ പറഞ്ഞ് ഈ ചെയ്യപ്പെട്ടുള്ള ഹദീസുകൾ, ഇതൊക്കെ ഹദീസുകൾ, പിശാചിനെ പറ്റിയുള്ള എത്രയോ ഹദീസുകൾ, ഇതിനൊക്കെ ഈ പണ്ഡിതന്മാർ ഇസ്ലാമിക ലോകം എത്രയോ മുൻപ് തന്നെ മറുപടി കൊടുത്തിട്ടുണ്ട്. ഒരുപാട് മേഖലകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് തന്നെ മറുപടി കൊടുത്തിട്ടുണ്ട് എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, ഹദീസുകൾക്കെതിരെ വിമർശനങ്ങൾ ഉന്നയിക്കപ്പെടുമ്പോൾ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഒന്നുകിൽ അത് നമ്മുടെ വിവരക്കേടായിരിക്കും എന്നതായിരിക്കും ഒരു വശം. നമുക്കത് മനസ്സിലായി, ഒന്നുകിൽ ഹദീസ് മനസ്സിലായിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ യുക്തി അതെന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും, അല്ലെങ്കിൽ ആ ഹദീസ് സ്വീകാര്യോഗ്യമാണോ അല്ലയോ എന്നുള്ളത് നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും. അധികവും അത് അവസാനം എത്തിപ്പെടുക എന്നുള്ളത്, അവസാനം ഇതിലേക്ക് ഒരു പരിണത ഫലം എത്തിപ്പെടുക, നമ്മൾ നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരം കുറെ കാര്യങ്ങൾ പറയുന്നു, അള്ളാഹുവിന്റെ വഹീനെ നമ്മൾ സൗകര്യപൂർവ്വം തന്നെ തള്ളുന്നു എന്നുള്ളതായിരിക്കും അതുകൊണ്ടുള്ള ഒരു അവസാനത്തെ ഒരു റിസൾട്ടായി ഉണ്ടാവും. മറ്റൊരു കാര്യം, ഈ മൊത്തം ഹദീസുകളിൽ എത്ര ഹദീസുകളാണ് വിമർശന വിധേയം എന്നുള്ളതാണ്. ആളുകൾ വിമർശനത്തിനായി ഉന്നയിക്കപ്പെടുന്ന കുറെ ഹദീസുകൾ ഈ ലോകത്ത് നിലവിലുള്ള ആയിരക്കണക്കിനും 10,000-കണക്കിനും വരുന്ന ഹദീസുകളിൽ എത്ര ശതമാനം പേർക്ക് വിമർശന വിധേയമായിട്ടുള്ള ഹദീസുകൾ വളരെ കുറച്ചിലുണ്ടാവും. ഈ വളരെ കുറച്ച് ഹദീസുകൾ എടുത്തു വെച്ചുകൊണ്ടാണ് ഹദീസ് എന്ന മൊത്തം മേഖലയെ ആളുകൾ സംശയത്തിന്റെ മുൾവരെയും. ഹദീസുകൾ ആയിക്കോട്ടെ, ഇനി ഒരു 1000 ഹദീസ് ഉണ്ടായി എന്ന് വിചാരിച്ചോളൂ. എന്നാൽ 10,000 മഹ്മൂദിന്റെ പുസ്തകത്തിൽ 29,000 ഹദീസുകൾ, എത്രയോ ഹദീസുകൾ ലോകത്തുണ്ട്. അതുപോലെ തന്നെ വേറെ ചില ആളുകളുടെ ഈ വിഷയത്തിലുള്ള സംശയം, ഒരുപാട് ഹദീസുകൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. നമ്മുടെ നാട്ടിലും കുറെ ആളുകൾ സംസ്ഥക്കാരെ ലക്ഷക്കണക്കിന് ഹദീസുകൾ മനഃപ്പാഠമാക്കി നമുക്കിപ്പോ ആകെ 10,000 നമ്മളെന്താ അത് ഒരു ഹദീസ് എങ്ങനെയാണ് ഹദീസ് ആവുന്നത് എന്ന് മനസ്സിലാക്കാത്ത ഒരു ഹദീസ് എന്ന് പറഞ്ഞാൽ കിട്ടാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറഞ്ഞു, ആ കാര്യം ഒരു റൂട്ടിലൂടെ നമുക്ക് ഉദ്ധരിക്കപ്പെട്ട് എവിടെയെങ്കിലും എത്തിക്കൊണ്ടു, ബുഖാരി അല്ലെങ്കിൽ ഏതെങ്കിലും എത്തിക്കൊണ്ടു. ഇതാണ് ഒരു ഹദീസ്. അതായത് ഒരു ഹദീസ് നമ്മൾ പറയാണ്, ഇന്നൊരു ഹദീസ് ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു, നിങ്ങൾ ഏറ്റവും ഉത്തമർ ഖുർആൻ പഠിക്കുന്നവരുമാണെന്ന ഹദീസ്. ഇത് ഉസ്മാൻ ബിൻ അഫ്ഫാൻ ഉദ്ധരിച്ചാണ്. ഇതൊരു ഹദീസാണ്. ഇതേ ഹദീസ് ഇബ്നു ഉമർ ഉദ്ധരിച്ചു എന്ന് സങ്കല്പിക്കാം. അപ്പൊ ഇത് രണ്ടും ഒരു ഹദീസ് തന്നെ, രണ്ട് ഹദീസാണ്. ഒരു ഹദീസ് പഠിക്കുന്നിടത്ത് പലപ്പോഴും ആളുകൾക്ക് വരുന്ന അബദ്ധം കൂടിയാണ്. ഇപ്പോ അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ കുറേ യുക്തിവാദികൾ വിമർശനം ഉന്നയിച്ച ഒരുപാട് ഹദീസുകളിലേക്ക് നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ അതിന്റെ പ്രധാനപ്പെട്ട പ്രശ്നം ഇതാണ്, അവരൊറ്റ ഹദീസ് മാത്രമേ കണ്ടിട്ടുള്ളൂ. ഒരു ഹദീസ് മനസ്സിലാക്കണമെങ്കിൽ ആ ഹദീസ് മാത്രം കണ്ടാൽ പോരാ, ആ റിപ്പോർട്ടിൽ വേറെ ഏതൊക്കെ വഴികളിലൂടെ അത് വന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കേണ്ടി വരും. ഇപ്പൊ ഒരു ഹദീസിൽ ഒരു കാര്യം ചിലപ്പോൾ സംക്ഷിപ്തമായി പറഞ്ഞിട്ടുണ്ടാവും. കാരണം എന്താ, ചിലപ്പോൾ ആ സ്വഹാബി അങ്ങനെയൊക്കെ ഉദ്ധരിച്ചിട്ടുണ്ടാവാം. ചിലപ്പോൾ ഒരു സ്വഹാബി, ഞാൻ നേരത്തെ പറഞ്ഞ ഹദീസിൽ തന്നെ ഒരു മനുഷ്യൻ വന്ന് കിബില മാറ്റം പറഞ്ഞു. അതിൽ ഒരു സ്വഹാബി ഉദ്ധരിച്ചത് അൻസാരിൽപ്പെട്ട ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞുകൊണ്ട് അത് അബ്ബാദ് ബിൻ ബിശ്ർ ആണെന്ന് വേറെ കൂട്ടത്തിൽ നമുക്ക് മനസ്സിലാവും. അപ്പം ഒരു സ്വഹാബി ഉദ്ധരിക്കുമ്പോൾ ചിലപ്പോൾ ചുരുക്കത്തിലായിരിക്കും ഉദ്ധരിക്കുക, വേറെ സ്വഹാബി ഉദ്ധരിക്കുമ്പോൾ കുറച്ചുകൂടി വ്യക്തമായി ഉദ്ധരിക്കും. ചിലപ്പോൾ വേറെ സ്വഭാവത്തിന് പശ്ചാത്തലം കൂടി പറയും, അത് ഇന്നൊരു സന്ദർഭത്തിൽ കൂടി ആയിരുന്നു. ഈ റിപ്പോർട്ടുകളൊക്കെ, ഈ ഹദീസുകളൊക്കെ ചേർത്ത് കൊടുക്കുമ്പോഴാണ് നമുക്ക് പൂർണ്ണമായ ചിത്രം കിട്ടുന്നത്. റസൂൽ സ്വല്ലല്ലാഹു വിവാഹങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ ചില ഇസ്ലാമിക പ്രശ്നങ്ങൾ ഹദീസുകളുടെ സ്ഥിതി അതായിരുന്നു. അവർ ഒരു റിപ്പോർട്ട് മാത്രം കാണിക്കും, ഒരു ഹദീസ് മാത്രമേ കാണിക്കും. അതിന്റെ അടിസ്ഥാനത്തിൽ റസൂൽ സ്ത്രീലപ്പെടനായി വിഷയ താല്പര്യനായി എന്നൊക്കെ ഞാൻ പറയും. അത്ര റിപ്പോർട്ട് ഉണ്ടാവും. അല്ലാഹുവിന്റെ റസൂലിനെ ഭാര്യയായി, ഇന്ന സ്ത്രീയായിരുന്നു, ഇന്ന സന്ദർഭത്തിലാണ് നടന്നത്, പ്രവാചകന്റെ വിവാഹം കഴിഞ്ഞോ ഇങ്ങനെ ഈ തോട്ടത്തിൽ ചെയ്യുമ്പോഴാണ് അതുണ്ടായത് എന്നൊക്കെ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ടാവും. അപ്പം ഹദീസുകൾ മനസ്സിലാക്കാൻ ഒരു ഹദീസ് എന്ന് പറയുന്നത് ഈ ലക്ഷക്കണക്കിന് ആയിരക്കണക്കിന് ഹദീസുകൾ വന്നത് എന്തുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കുക. ഒരു ഹദീസ്, ചില ഹദീസുകളൊക്കെ 100 കണക്കിന് റൂട്ടിലൂടെ വരും. അപ്പൊ അതൊക്കെ ഓരോ ഹദീസുകളാണ്.
ഒരാളിനെ ഉദ്ധരിച്ചു. ഒരു പണ്ഡിതനുണ്ട്, ഇമാം അഹമ്മദിന്റെ അടുത്ത്. ഇമാം അഹമ്മദിനൊക്കെ സദസ്സ് എന്ന് പറഞ്ഞാൽ ആയിരക്കണക്കിന് മനുഷ്യരെ പണ്ഡിത സദസ്സായി. 1000 ആളുകളും ഉദ്ധരിച്ച് 1000 ഉറുട്ടുകളുടെ വന്നാൽ 1000 ഹദീസുകളാണ്. അതൊക്കെ ഒറ്റ ഹദീസായി കൂട്ടിയാലോ അത് പിന്നെ ഹദീസുകളുടെ വിശ്വാസത്തെ സംശയമുണ്ടാക്കും. കാരണം ഞാൻ ഈ സംസാരിക്കുന്നു, ഈ ഇവിടെ ഉള്ള ഒരു മനുഷ്യൻ ഇദ്ദേഹം ഉദ്ധരിച്ചു, ഇവിടെ ഉള്ള 5 ആൾ ഉദ്ധരിച്ചു. 5 ആളുടെയും റിപ്പോർട്ടുകൾ 5 നാടുകളിൽ എത്തും. അപ്പൊ ഏതെങ്കിലും ഒരു നാടിനുള്ള ആളായിരിക്കുമല്ലോ ഇത് എഴുതുക. അയാൾ എഴുതി ഇന്നയാൾ എഴുതിയിട്ടില്ല. അപ്പൊ വേറൊരാൾ കൂടി കേട്ടു. അപ്പൊ അത് കാണിച്ചാ ഈ ഹദീസ് അപ്പൊ ഇയാൾ മാത്രമല്ല, ഇയാൾ കൂടി കേട്ടു. രണ്ടും കൂടി ഇന്നൊരാൾ അവസാനം എത്തി അവസാനം ഒരാൾ കിട്ടും. കിട്ടും. അല്ലെങ്കിൽ ഹദീസിലെ ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ടാവും, ഒരു പ്രധാനപ്പെട്ട മദാറുൽ ഹദീസ് എന്നാണെന്ന് പറയും, ഹദീസിന്റെ കേന്ദ്രം. അവിടെ എത്തും. അവിടെ എത്തിയിട്ട് പിന്നെ അവിടെ റസൂലിലേക്ക് എത്തുക. ഇത് ഓരോന്നും സൂക്ഷ്മമായി പഠിച്ച് ഇത് ഓരോ ഇല്ല ഹദീസ് ഇന്നെ ഹദീസ് അങ്ങനെ തന്നെ പഠിച്ചു മനസ്സിലാക്കും. ഇതൊക്കെ കൂടി ഒന്നെങ്കിലും റൗണ്ട് അപ്പ് ചെയ്ത് നമ്മളൊക്കെ പലപ്പോഴും പഠനം നടത്തുന്നതും പല വിഷയങ്ങളും കാണുന്നത് അങ്ങനെയാണ്. എന്നെ കൂടി റൗണ്ടാക്കി മനസ്സിലാക്കാം. പക്ഷെ അള്ളാഹു ഹദീസുകൾ അങ്ങനെ പുള്ളിന്റെ മനസ്സിലാക്കും. ഓരോ പഠനം ഓരോ ഹദീസുകളായി മനസ്സിലാക്കുമ്പോൾ ബുഖാരി റഹ്മത്തുള്ളാഹി പിന്നെ ആളുകൾ ഇങ്ങനെ വെച്ചിട്ടാണല്ലോ പരിശോധിച്ചു. ബുഖാരി ഒരു പട്ടണത്തിലെത്തിയപ്പോൾ ബുഖാരിയുടെ ഹിഫ്ദ് പരിശോധിച്ചത് അങ്ങനെയാണ്. 100 10 ആളുകൾ ഇരുന്നു, ഓരോരുത്തരുടെ 10 ഹദീസുകൾ. ആ 10 ഹദീസുകളുടെ ഈ സനദും മത്തിനും തമ്മിൽ മിക്സാണ്. ഈ ഹദീസിന്റെ സനദ് അങ്ങനെ മിക്സപ്പ് ചെയ്തു. ബുഖാരി പരീക്ഷിച്ച അങ്ങനെ 10 ആളുകൾ 100 ഹദീസുകൾ പറഞ്ഞു. ആ 100 ഹദീസുകൾ ഓരോന്ന് പറയുമ്പോഴും ബുഖാരി പറയും എനിക്ക് അറിയില്ല. എല്ലാം പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ബുഖാരി പറഞ്ഞു, ഫസ്റ്റത്തെ നീ പറഞ്ഞ ആദ്യത്തെ ഹദീസ് ഈ ഹദീസിന്റെ സനദായി നീ പറഞ്ഞത് ഇന്ന തെറ്റായ സനദ്, അതിന്റെ ശരിയായ സനദ് ഇത്, ആ സനദിലൂടെ വന്ന റിപ്പോർട്ടിലെ ആ വാചകങ്ങൾ ഇത്. അങ്ങനെ 100 ഹദീസുകൾ പറഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതൊന്നും ഒരു അത്ഭുതമൊന്നുമല്ല. ഈ കാലത്ത് പോലും സുബ്ഹാനല്ലാഹ്, ഈ കാലത്ത് പോലും സനദുകൾ അടക്കം ഇസ്ലാമിക ബുഖാരി മുസ്ലിം ചെറിയ കുട്ടികൾ ലോകത്ത് നിങ്ങളുടെ മത്സരങ്ങളിലൊക്കെ വീഡിയോകളൊക്കെ ചെറുപ്പങ്ങൾ കണ്ടിട്ടുള്ള. അപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദീനിനെ സംരക്ഷിക്കാൻ, ഹദീസുകളെ സംരക്ഷിക്കാൻ അങ്ങനെ ചില മനുഷ്യന്മാരെ, അങ്ങനെ ചില സംവിധാനങ്ങളെ അല്ലാഹു ഉണ്ടാക്കിയിട്ടുണ്ട്. അത് എത്രത്തോളം വലിയ വളരെ കുറ്റപറ്റ സംവിധാനങ്ങളാണ്. ഹദീസുകൾക്കെതിരെ ഉന്നയിക്കപ്പെടുന്ന മറ്റൊരു ഏരിയ കുറിച്ച് സൂചിപ്പിക്കാം. നമ്മൾ കഴിഞ്ഞ ഹദീസുകളുടെ സംരക്ഷണം എന്ന ഏരിയയിൽ നമ്മൾ പറഞ്ഞില്ല. ആദ്യകാലത്ത് അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകൾ എഴുതി വെക്കാൻ പാടില്ല എന്ന് പറഞ്ഞത് ചില ആളുകൾ വലിയ വിഷയമായി കൊണ്ടുവരാൻ. അങ്ങനെ ഹദീസുണ്ട് ചില എഴുതി വെക്കാൻ, എന്നിൽ നിന്ന് ആരെങ്കിലും ഖുർആൻ അല്ലാത്ത വല്ലതും എഴുതി വെച്ചു കഴിഞ്ഞാൽ അത് അവൻ വായിച്ചു പറയണം എന്നാണ് മുസ്ലിം സ്വഹീഹ് മുസ്ലിമിൽ ഉള്ള ഒരു ഹദീസിലേക്ക് എങ്ങനെ മനസ്സിലാക്കണം എന്ന് അറിഞ്ഞില്ലെങ്കിൽ ഒരാൾക്ക് സംഭവിക്കുന്ന ഒരുപാട് അബദ്ധങ്ങളാണ്. നേരത്തെ പറഞ്ഞതൊന്നും ആലോചിച്ചു. ഈ ഹദീസ് മാത്രമാണ് എടുത്തത്, ഈ ഹദീസ് മാത്രമാണ് മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണെന്ന് പറഞ്ഞ് സമൂഹത്തിൽ നിന്ന് പ്രസംഗിക്കാറുണ്ടാലോ അയാളുടെ വിഡിത്തം ആളുകൾ മനസ്സിലാവും. കാരണം ഈ ഹദീസ് എടുത്തുദ്ധരിച്ചിട്ട് പറയും റസൂലിന്റെ ഹദീസ് ഒന്നും എഴുതി വെക്കാൻ പാടില്ല, ഹദീസുകൾ അതുകൊണ്ട് തന്നെ സംശയത്തിന്റെ നിഴലാണെന്ന് പറയുന്നതാണ് അവസ്ഥ. ഇതിനുള്ള ഏറ്റവും വലിയ മറുപടി ഈ ഹദീസൊക്കെ അള്ളാഹു റസൂൽ ഹദീസ് എഴുതി വെക്കാൻ പറഞ്ഞ് പാടില്ല എന്ന് പറഞ്ഞാൽ ഈ ഹദീസ് നിങ്ങൾക്ക് തന്നെ കിട്ടി. ആ മുസ്ലിം എഴുതി വെച്ചപ്പോഴാണ് ഈ ഹദീസ് കിട്ടിയത്. അപ്പൊ ഈ ഹദീസിലുള്ള ഒന്നാമത്തെ മറുപടി ഈ ഹദീസ് തന്നെ. ഒന്നാമത്തെ ഈ ഹദീസ് തന്നെ നമുക്ക് കിട്ടി, അത് എഴുതി വെച്ചിങ്ങനെ വന്നു. ഇപ്പൊ തന്നെ ഇപ്പൊ മുസ്ലിം എഴുതി വെച്ചവർ വായിക്കാണ്. ഒന്നാമത്തെ മറുപടി ഹദീസ്. രണ്ടാമത്തെ മറുപടി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഹദീസിനെ മനസ്സിലാക്കേണ്ട രൂപം ആളുകൾക്ക് മനസ്സിലാക്കണം. അത് പലപ്പോഴും നമുക്കിടയിൽ തന്നെ മുജാഹിദ് പരിസരത്ത് തന്നെ ആളുകൾ പലപ്പോഴും അബദ്ധം വെച്ച സംഗതി ആത്മവിമർശനം പോലെ മനസ്സിലാക്കാൻ ഒരൊറ്റ ഹദീസ് മാത്രം നമ്മൾ കണ്ടുകൊണ്ടു ഒരു വിധി വരാൻ ചില ആളുകൾ ചോദിക്കും അത് ഹദീസല്ലേ, സ്ഥിരപ്പെട്ട് വന്നതല്ലേ, എന്താ ചെയ്ത പ്രശ്നമാണ്. ആ ഹദീസിൽ ചിലപ്പോൾ അതിന്റെ വിശദീകരണം മറ്റു ഹദീസിലുണ്ടാവും. അതുകൂടി നോക്കിയിട്ട് വേണം എന്ത് ചെയ്യാൻ, ആ ഹദീസിൽ മനസ്സിലാക്കാൻ. അതൊരു ഹദീസ് മാത്രം കണ്ടു ഒരാൾ ഈ ഹദീസ് വെച്ച് അമല് വിചാരിക്കാൻ വായിച്ചിരണം. ഈ ഹദീസ് ഒരാൾ സ്വീകരിക്കാൻ വിചാരിച്ചു, ഇന്ന് ഹദീസ് സ്വീകരിക്കണം. മുസ്ലിം ഉദ്ധരിച്ച് സ്വഹീഹ് മുസ്ലിം എല്ലാ ഹദീസ് കിതാബും എടുത്ത് വായിക്കാന്ന് പറഞ്ഞു. വേറെ ഒരുപാട് ഹദീസ് ഇന്നലെ പറഞ്ഞു. ആദ്യകാലത്ത് പറഞ്ഞ് വിശുദ്ധ ഖുർആനും തിരു ഹദീസുകളും തമ്മിൽ കൂടിക്കലർന്നു പോകരുത് എന്ന ഉദ്ദേശത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്.
മറ്റു ചില പണ്ഡിതന്മാർ വിശദീകരിച്ചത് ഖുർആനും ഹദീസും ഒരൊറ്റ ഏടിൽ തന്നെ എഴുതി വെക്കുക. കാരണം അന്ന് എഴുത്ത് സാധ്യതകൾ കുറവാണ്, എഴുതി വെക്കുന്നത് സുപ്രധാനമായ കാര്യങ്ങൾ മാത്രമാണ്. ആ ഒരു അർത്ഥത്തിലാണ് അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. പ്രവാചകന്റെ അവസാന കാലത്തെ അഥവാ ഇസ്ലാമിന്റെ ആദ്യകാലത്ത് നിലപാടയിൽ അങ്ങനെ പല നിലപാടുകൾ ഉണ്ടാവുന്നു. ഇപ്പൊ ഖബർ സന്ദർശനം പറഞ്ഞു, ഞാൻ ആദ്യകാലത്ത് നിങ്ങളുടെ ഖബർ സന്ദർശനത്തിന് വിലക്കിയിരുന്നു, ഇനി മുതൽ നിങ്ങൾ സന്ദർശിച്ചോളൂ, അത് പരലോക ചിന്തയുണ്ടാകും, പരലോകത്തെ കുറിച്ച് ഓർമ്മയുണ്ടാകും എന്ന് പ്രവാചകൻ പറഞ്ഞു. അപ്പൊ നിയമങ്ങൾ അങ്ങനെയാണ്, അല്ലാഹു റസൂലിന്റെ കാലത്ത് അങ്ങനെയാണ്. അപ്പൊ റസൂലുള്ളാഹിയുടെ ജീവിതത്തിന്റെ അവസാന കാലഘട്ടത്തിൽ ഇസ്ലാമിന്റെ ഏറ്റവും അപ്ഡേറ്റഡ് ആ നിയമം പ്രവാചകൻ പഠിപ്പിച്ചു എഴുതി വെക്കാനാണ്. ഫത്ഹു മക്കയിലെ പ്രസംഗം, യമനിൽ നിന്ന് വന്ന അബൂഷാഹിനെ എഴുതി വെക്കാൻ പറഞ്ഞ സംഭവം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഉദ്ധരിച്ചു. അതുപോലെ തന്നെ അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി പറഞ്ഞു, അബ്ദുല്ലാഹി എഴുതിക്കോ, ഫവല്ലദി നഫ്സി ബിയദി മാ യഖ്റുജു മിൻഹു ഇല്ലാ ഹഖ്. തന്റെ വായിലേക്ക് ചൂണ്ടിക്കൊണ്ട് വഅശാറ ഇലാ ഫീഹി, പ്രവാചകന്റെ വായിലേക്ക് ചൂണ്ടിക്കൊണ്ട് അല്ലാഹു റസൂൽ പറഞ്ഞു, ഇതിൽ നിന്ന് എന്റെ വായിൽ നിന്ന് ഹഖല്ലാതെ ശരിയായ സത്യമല്ലാതെ പുറത്തു വരികയില്ല. അപ്പൊ ഈ റിപ്പോർട്ടുകളും ഒക്കെ ചേർത്ത് വെച്ചുകൊണ്ടാണ് നമ്മൾ നേരത്തെ മനസ്സിലാക്കുക ഇസ്ലാമിലെ നിയമങ്ങൾ അങ്ങനെയാണ് രൂപപ്പെടുന്നത്. അത് മനസ്സിലാക്കാതെ ഒരു ഹദീസിന്റെ പിന്നാലെ മാത്രം പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു പക്ഷേ ആ ഹദീസ് മനസ്സിലാക്കുന്ന ആളുകൾക്ക് ഒരു ആ വലിയ അബദ്ധങ്ങൾ സംഭവിക്കും എന്നത് നമ്മൾ തിരിച്ചറിയേണ്ടത്. അതുപോലെ തന്നെ ഹദീസുകൾ മനസ്സിലാക്കാനുള്ള മാർഗങ്ങളും നമുക്ക് രൂപപ്പെടുത്തണം. ഒരു ഹദീസ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പല റിപ്പോർട്ടുകൾ ചേർത്ത് വെക്കുക എന്ന അതിലൊരു മാർഗം മാത്രം. ഹദീസുകൾ തമ്മിൽ നമ്മൾ നേരത്തെ പറഞ്ഞു മുഖ്തലഫുൽ ഹദീസ് എന്ന് പറഞ്ഞ കിതാബും മുഷ്കിലുൽ ഹദീസ് എന്ന് പറയുന്ന മറ്റൊരു വിജ്ഞാന ശാഖയും. അഥവാ ഹദീസുകളിലുള്ള വാചകങ്ങൾ പലപ്പോഴും ചില വാചകങ്ങൾ മനസ്സിലാവും. അന്നത്തെ കാലത്തെ പ്രയോഗത്തിൽ പറഞ്ഞത് ചിലപ്പോൾ ശരിക്ക് ഇന്നത്തെ കാലത്ത് പഠിക്കുന്നവർ അതിനു വേണ്ടി ഒരു വിജ്ഞാന ശാഖ. അതുകൂടി പഠിക്കുമ്പോഴാണ് ആ ഹദീസിലെ ചില വാചകങ്ങൾ അത് എങ്ങനെയാണ്, ചില പ്രയോഗങ്ങൾ അതെങ്ങനെയൊക്കെയാണ് മനസ്സിലാക്കേണ്ടത്, ചില വാക്കിന്റെ അർത്ഥങ്ങൾ അത് അന്നത്തെ കാലത്ത് ഉപയോഗിച്ച അർത്ഥാവൂല ഇന്നത്തെ കാലത്ത് ഉപയോഗിക്കും. ഇപ്പൊ ഹമ്മാം എന്നുള്ള വാക്ക് പഴയകാല പണ്ഡിതന്മാരുടെ കിതാബുകൾ നോക്കി കഴിഞ്ഞാൽ ഹമ്മാമില് കുളിക്കുമ്പോ പൂർണ്ണമായി ഒരാൾ നഗ്നനായി കുളിക്കാൻ പാടില്ല, ഹറാമാണെന്ന്. ഹമ്മാമിൽ കുളിക്കുമ്പോ ഹമ്മാം തന്നെ ബാത്റൂം എന്നാണ്. അപ്പൊ അതില് ഫുള്ളായിട്ട് ഒരു തോർത്തുമ്പോൾ കുളിക്കാതെ നഗ്നമായി കുളിക്കാമെന്ന് ചോദിച്ചാൽ അത് ഹറാമാണ്, ഒരിക്കലും പാടില്ല. ഇന്നത്തെ ആധുനിക പണ്ഡിതന്മാർ ചോദിക്കുകയാണ് ഹമ്മാം കുളിക്കുമ്പോൾ അങ്ങനെ പൂർണ്ണമായി നഗ്നമാ ഒരു പ്രശ്നമല്ല എന്ന് പറയും. അപ്പൊ അതെന്താ വൈദ്യത്യമോ അല്ല. അവ ഈ ഹമ്മാം എന്നുള്ള വാക്ക് ശരിക്കും മനസ്സിലാക്കാത്ത പ്രശ്നം. ഹമ്മാം എന്നുള്ള വാക്ക് ആദ്യകാലത്ത് ഇസ്ലാമിന്റെ ആദ്യകാലത്ത് ബഗ്ദാദ്, കൂഫ, ബസ്ര അന്നത്തെ കാലത്തെ പട്ടണങ്ങളിലൊക്കെയുള്ള പൊതു കുളിമുറികൾക്കാണ് ഹമ്മാമാസ് എന്ന് പറയുന്നത്. അഥവാ അന്നത്തെ കാലത്ത് ചിലപ്പോൾ കഥകളിലൊക്കെ വായിച്ചിട്ടുണ്ടാവും. ഒരു ദിർഹം അല്ലെങ്കിൽ ഒരു ദിനാർ കൊടുത്താൽ പൊതു ശ്മശാനങ്ങളുണ്ടാവും. ഉള്ളിൽ നല്ല വെള്ളമൊക്കെ സജ്ജീകരിച്ച നല്ല പൊതു ശ്മശാനമല്ല, പൊതു കുളിമുറികളുണ്ടാവും. കുളിമുറിയിൽ എന്ത് ചെയ്യാം, ഒരാൾക്ക് വാടക കൊടുക്കുന്ന സോപ്പും അന്ന് കുളിക്കാത്ത സംഗതി കിട്ടും. അപ്പൊ വേറെ പലർക്കാർ കുളിക്കണ്ടാവും. അതിനാണ് അന്ന് ഹമ്മാം എന്ന് പറഞ്ഞത്. അന്ന് എല്ലാ വീട്ടിലും നമ്മളെ ഇന്നത്തെ ഷവർ സുഖീകരണം. ഇന്ന് ഹമ്മാം എന്തിനാണ്, നമ്മുടെ വീട്ടിലെ ഒറ്റയ്ക്ക് നമ്മൾ കുളിക്കുന്ന ബാത്റൂമിനാണ്. ഈ ബാത്റൂമിൽ പ്രശ്നം വേറെ കാണാൻ അന്ന് ഹമ്മാം ഹറാമായി പോകണം. അപ്പൊ ചില വാക്കുകൾ മനസ്സിലാക്കുന്നവർക്ക് പ്രശ്നപ്പെടാം. അതെല്ലാം അപ്പൊ അതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം ഒരു ഹദീസ് എന്നത് നമ്മൾ തിരിച്ചറിയാൻ. ഹദീസ് എന്ന് പറയുമ്പോൾ അത് മാത്രമല്ല, ഇമാം ബുഖാരി ഉദ്ധരിച്ച സ്വഹീഹുൽ ബുഖാരിയിൽ തന്നെ ഹദീസുകൾ എന്താണെന്ന് മനസ്സിലാക്കേണ്ട രൂപത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒന്നാണ്. ഹദീസ് കിതാബുകളിൽ ഹദീസുകൾ മാത്രമല്ല രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. ഉദാഹരണത്തിന് ഇമാം ബുഖാരിയുടെ സ്വഹീഹുൽ ബുഖാരിയിലുള്ളത് മുഴുവൻ സ്വീകരിക്കണം എന്ന് നമ്മൾ പറയുമ്പോൾ ചില ആളുകൾ നാലിൽ സ്വീകരിക്കാം. നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്വഹീഹുൽ ബുഖാരിയിലുള്ളത് മുഴുവൻ സ്വീകരിക്കണം എന്ന് നമ്മൾ പറയുമ്പോൾ പ്രത്യേകം നമ്മളൊരു കാര്യം പറയാറുണ്ട്. ഒരു വാചകം ദീനിന്റെ കാര്യങ്ങൾ പറയുമ്പോൾ ഒவ்வொരു വാക്കിനുള്ള സൂക്ഷ്മതയൊക്കെ അവിടെയാണ് നമ്മൾ ബോധ്യപ്പെടുന്നത്. നമ്മൾ ഒരിക്കലും എന്ത് പറയാറില്ല സ്വഹീഹുൽ ബുഖാരിയുടെ മുഴുവൻ സ്വീകരിക്കണം എന്നത് മുത്തലക്കായി പറയാറില്ല. നേരെ മറിച്ച് സ്വഹീഹുൽ ബുഖാരിയിലുള്ള മുസ്നദായ ഹദീസുകൾ മൊത്തം സ്വീകാര്യോഗ്യമാണ്. സ്വഹീഹ അത് മുഴുവൻ സ്വീകരിക്കണം നമ്മൾ പറയാം. മുസ്നദായ ഹദീസ്, അപ്പം അതെന്താ മുസ്നദ് നമുക്ക് വിശദമായി ചർച്ച ചെയ്യും. സനദോടുകൂടി പൂർണ്ണമായും ഉദ്ധരിക്കപ്പെട്ട ഹദീസുകൾക്കാണ് മുസ്നദായ ഹദീസ്. അപ്പൊ സ്വഹീഹുൽ ബുഖാരിയിൽ മുസ്നദ് അല്ലാത്ത ഹദീസുകളുണ്ടോ? ഉണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ സൂക്ഷ്മതയോടെ പറയാൻ കാരണം. സ്വഹീഹുൽ ബുഖാരിയിൽ മുസ്നദ് അല്ലാത്ത ഹദീസ്, മുഅല്ലഖായ ഹദീസുകളുണ്ട്. അതെങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് പ്രത്യേക ഒരു അധ്യായം തന്നെയുണ്ട്.
അപ്പൊ മുഅല്ലഖായ ഹദീസുകൾ എങ്ങനെ ബുഖാരിയിൽ അതെങ്ങനെ ശരി? അതിന് നേരത്തെ പറഞ്ഞ വിദ്യ സ്വഹീഹ് ബുഖാരിയിലെ ഹദീസുകൾ മാത്രമല്ല, ഖുർആനായിട്ട് പണ്ഡിതന്മാരുടെ സ്വഹാബിമാരുടെ വാചകങ്ങളുണ്ട്, ഹദീസുകൾ പണ്ഡിതന്മാരുടെ വാചകങ്ങളുണ്ട്. അതിനൊക്കെ സ്വഹീഹ് ബുഖാരിയിലെ ഹദീസ് പോലെ സ്വീകരിക്കും ഇല്ല. ഒരുപാട് വിഷയങ്ങളുണ്ട്. അപ്പൊ ഒരു ഹദീസ് എന്ന് പറയുമ്പോൾ ഇതിനെപ്പറ്റി ഒന്നും അറിയാത്ത മനുഷ്യൻ മനസ്സിലാക്കുമ്പോൾ ഒരു ഹദീസ് ഇങ്ങനെ കിട്ടി ബുഖാരിയിലുണ്ട്, ബുഖാരിയിൽ മുഴുവൻ സ്വീകരിക്കണമെന്നാണല്ലോ നിങ്ങൾ കുറെ ആളുകൾ പറഞ്ഞെടുക്കുന്നത്, ഇതുണ്ടല്ലോ. അപ്പൊ നമ്മൾ ഞെട്ടിപ്പോണ്ട. ബുഖാരിയിലെ സ്വഹീഹ പിന്നെ മുസ്തദ ഹദീസ് മാത്രമല്ല, പണ്ഡിതന്മാരുടെ വാചകങ്ങൾ. അതുപോലെ തന്നെ ഇപ്പോ ബുഖാരിയിലുള്ള മറ്റൊരു സംഗതിയാണ് പിന്നെ ഇമാം സുഹരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ചില കൂട്ടിച്ചേർക്കലുകൾ, ചില പിന്നെ അടിക്കുറിപ്പുകൾ പോലുള്ള സംഗതി ബലാഗാത്തു സുഹരി എന്നാണ് അതിന് പറയുന്നത്. ഇതിനൊക്കെ പ്രത്യേകം സാങ്കേതിക ശബ്ദങ്ങൾ. ബലാഗാത്തു സുഹരി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നെ ആദ്യകാലത്ത് വഹ്യി നിലച്ച സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആത്മഹത്യ ചെയ്യാൻ പോയിരുന്നു എന്ന് പിന്നെ പറയുന്ന ചില റിപ്പോർട്ടുകൾ. ഇപ്പൊ ഇന്ന് ഇസ്ലാം വിമർശകർ പറയുന്നത് ബുഖാരിയിലുണ്ട് റസൂൽ ആത്മഹത്യ ഇറാഖുകയും ചാടി താഴേക്ക് ചാവാൻ പോയി എന്നൊക്കെ ചില. അത് ഈ ഹദീസുകൾ എങ്ങനെ മനസ്സിലാക്കണം എന്ന് തിരിച്ചറിയാൻ അവർക്ക് കഴിഞ്ഞില്ല എന്നുള്ളത് പ്രശ്നം. സുഹരിയാണ്. അതിനെ എങ്ങനെ മനസ്സിലാക്കണം എന്നത് പണ്ഡിതന്മാരോട് കൃത്യമായി പിന്നെ നമുക്ക് പഠിപ്പിച്ചു. ഒരു ഹദീസ് മനസ്സിലാക്കണം. നമ്മൾ ഈ പറഞ്ഞതുപോലെ ഒരുപാട് സാങ്കേതിക ശബ്ദങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ചിലപ്പോൾ മടുപ്പുണ്ടാകും. ഈ രംഗത്ത് പഠനം നടത്തുന്ന ആളുകൾ പഠിച്ചാൽ എല്ലാവരും മനസ്സിലാക്കേണ്ട ആവശ്യമില്ല. ഈ രംഗത്ത് പഠനം നടത്തുന്ന ആളുകൾ പഠിക്കണം, മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ഈ രംഗത്ത് എന്തെങ്കിലും സംശയങ്ങൾ വന്നാൽ ഇത് വൈജ്ഞാനികമായി കൈകാര്യം ചെയ്യാൻ പ്രാപ്തിയുള്ള ആളുകളിലേക്ക് മാറ്റാൻ ചോദിക്കാം. അപ്പൊ എങ്ങനെയാണ് ഇതിനെ മനസ്സിലാക്കേണ്ടത്? ഇതിൽ എനിക്കിങ്ങനെ തോന്നുന്നുണ്ട് ഇത് രണ്ടും പിന്നെ വൈരുദ്ധ്യമാണോ എന്നൊക്കെ എനിക്ക് തോന്നുന്നുണ്ട്. അപ്പൊ ഇതിൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്നാണ് മനസ്സിലാക്കുക. വിശേഷിച്ച ഇന്നത്തെ കാലത്ത് ഇസ്ലാം വിമർശനങ്ങളും അതുപോലെ തന്നെ ഇസ്ലാമിനുള്ളിൽ തന്നെയുള്ള ആളുകളും ഒക്കെ ഹദീസുകൾക്കെതിരെ ഇത്രയധികം ദുരാരോപണങ്ങൾ ഉന്നയിക്കുന്ന ഈ സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ചില അടിസ്ഥാന കാര്യങ്ങളാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ട അടിസ്ഥാനം ഒന്ന്, നമ്മൾ ഇപ്പൊ പറഞ്ഞ ഈ ക്ലാസ് എന്ന് പറഞ്ഞാൽ ഇത് പൊതുവെടുത്ത് ഓരോ കാര്യങ്ങളും ചിലപ്പോൾ നിങ്ങൾ അധിക പേരും ആദ്യമായി കേൾക്കുന്ന പല സാങ്കേതിക ശബ്ദങ്ങൾ ഉണ്ടാവും, പല മേഖലകളും ഉണ്ടാവും. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് എല്ലാവരും ഇതെല്ലാം മനസ്സിലാക്കണം. മുസ്ലിങ്ങൾക്ക് പിന്നെ ഫർദ് ഐനാണ്, പക്ഷെ ഇത് മനസ്സിലാക്കണം. പിന്നെ ഫർദ് കിഫായ തന്നെ ഉലൂമുൽ ഹദീസ് പഠിച്ചൊരു ഭാഗമാണ്. അതുകൊണ്ട് തന്നെ നമ്മള് ജാമിഉൽ ഹിന്ദിലായാലും ലോകത്തിലെ ഇസ്ലാമിക സർവകലാശാലകളിലും ഒക്കെ ഹദീസ് ഡിപ്പാർട്ട്മെന്റുള്ളത് അതിനാണ്. ഹദീസിൽ പിജിയും അതിനുവേണ്ടി ഗവേഷണം നടത്തുന്ന ആഴത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുള്ളത് അതിനുവേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനി റഹ്മത്തുള്ളാഹി പോലെയുള്ള ആളുകൾ ആധുനിക കാലത്തും ഉണ്ടായത് അതിനുവേണ്ടി തന്നെയാണ്. എത്രയോ പണ്ഡിതന്മാർ പോലെ അഹ്മദ് ഷാഫിനെ പോലെ ഹദീസുകൾക്ക് വേണ്ടി നമ്മൾ ഈ അടുത്ത കാലത്ത് ജീവിച്ച് പഠിച്ചിട്ടുള്ളൂ. മുൻകാലത്ത് മാത്രമല്ല ഇന്നത്തെ കാലത്തും ജീവിതം ഒഴിഞ്ഞു വെച്ച പണ്ഡിതന്മാർ ഇതിനു വേണ്ടി. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിനെ പറ്റിയുള്ള പൊതുധാരണ നമുക്ക് ഈ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കാം. ഒരു പൊതുധാരണ നമുക്ക് ഷെയ്ഖ് പറയുന്നൊരു വസീയത്ത് കൂടിയാണ്. ഓരോ കാര്യങ്ങളും മനസ്സിലാക്കിയില്ലെങ്കിലും ഈ സുമുഹത്തുകൾ ഈ ആശയക്കുഴപ്പങ്ങളെ പറ്റി പൊതുധാരണ അഥവാ ഇതിന് മറുപടി ഉണ്ട്, ഇതിന് മനസ്സിലാക്കേണ്ട രൂപങ്ങളുണ്ട്, ഇതിന് അർഹരായ ആളുകൾ അത് കൈകാര്യം ചെയ്താൽ അതിന് വരുന്ന റിസൾട്ട് നമ്മൾ അംഗീകരിക്കുകയും വേണം എന്ന പൊതുധാരണ നടത്തണം. അതില്ലാതെ അപ്പൊ മനസ്സിലായത് എന്താണ്, എങ്ങനെയാണ് സംരക്ഷിക്കപ്പെടുന്നത്, എന്താണ് ഇതിന്റെ പിന്നെ വാചകങ്ങൾ എന്നുള്ളത്. രണ്ട്, എല്ലാ ആശയക്കുഴപ്പങ്ങൾക്കും ചെവി കൊടുക്കാനും അത് നമ്മുടെ തലയിൽ എടുത്തു കൊടുക്കാനും ആരും നമ്മളോട് ആവശ്യമില്ല. നമ്മൾ ബേസിക്കായി മനസ്സിലാക്കുന്ന സംഗതിയാണ്. ഇന്ന് മുസ്ലിം സമൂഹം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ശാപം എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ അനുഭവിച്ചു കൊടുക്കുന്ന പ്രശ്നം നമ്മൾ തീ പഠിക്കുന്നത് നമ്മുടെ ശത്രുക്കളിൽ നിന്നാണ്. നമ്മൾ അനുഭവിച്ചിരിക്കുന്ന പ്രശ്നം അതാണ്. നമ്മൾ പല കാര്യങ്ങൾ ആലോചിച്ച് നോക്കിയാണ്. നമ്മൾ നമ്മുടെ ശത്രുക്കളിൽ നിന്നാണ് തീപ്പടി. അഥവാ എങ്ങനെയാണത്? നമുക്കൊരു പ്രശ്നമല്ല, നമ്മളിങ്ങനെ സുഖമായിട്ട് ഇങ്ങനെ മുന്നോട്ട് വരും. അപ്പോഴേക്ക് സോഷ്യൽ മീഡിയയിൽ ഒരു നിരീശ്വരവാദിയോ പിന്നെ ഒരു ലിബറലോ ഇസ്ലാമിക വിമർശനം, ഹദീസ് എങ്ങനെ റസൂൽ അങ്ങനെ ഒരു മനുഷ്യനായി, റസൂലിന്റെ വ്യക്തി ജീവിതം, ഇങ്ങനെ കുറെ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരു ഹദീസ് നിഷേധി കുറെ കാര്യങ്ങൾ. അപ്പോഴാണ് നമ്മൾ ആലോചിക്കുന്നത് ഇത് ഇസ്ലാമിലുണ്ടോ, നിങ്ങൾ പഠിക്കണം. നമ്മൾ അപ്പോഴാണ് ചിന്തിക്കുന്നത്. നമ്മൾ നേരെ മറിച്ച് നമ്മൾ എന്താണ് ചെയ്യേണ്ടിയിരിക്കുന്നത്? ആഴത്തിലൊന്നും പഠിച്ചില്ലെങ്കിലും ആദ്യമേ നമ്മളിപ്പോ ഇതുപോലുള്ള ഒരു ക്ലാസ് കേട്ടാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ. ഇതിന് സംഗതി ഇങ്ങനെ കണ്ടിട്ട് റൂട്ട് ഓരോ വിമർശനക്കും മറുപടി കിട്ടിയും ശരിയായി നമ്മൾ എന്താണ് ചെയ്യേണ്ടിയിരുന്നത്? ആദ്യം ദീനിന്റെ അടിസ്ഥാനങ്ങൾ നമ്മൾ പഠിക്കുക എന്നതായിരുന്നു വേണ്ടിയിരുന്നത്. നേരെ പക്ഷെ നമ്മൾ പഠിക്കുന്നത് ശത്രുക്കളിൽ നിന്നൊരു ആരോപണം വരും. അപ്പോഴാണ് നമ്മൾ ദീൻ പഠിക്കുക. അത് അപകടങ്ങൾ
അത് മനസ്സിൽ കൂടുതൽ കൂടുതൽ സംശയങ്ങൾ ഉണ്ടാകും. അപ്പോൾ സോഷ്യൽ മീഡിയയിലായിരുന്നാലും പൊതുസമൂഹത്തിലായിരുന്നാലും ഇസ്ലാമിനെതിരെയുള്ള വിമർശനങ്ങൾ, വിശിഷ്ട ഹദീസുകൾക്കെതിരെയുള്ള വിമർശനങ്ങൾ വരുമ്പോൾ നമ്മൾ ഒന്ന് ചിന്തിക്കണം. പണ്ഡിതന്മാർ പണ്ട് പിഴച്ച കക്ഷികളുമായി അവരെ അടുത്തിരിക്കുന്നത് പിന്നെ അവരുടെ അടുത്ത് അവരെ സദസ്സിരിക്കുന്നത് തന്നെ വിലക്കുന്നതിന് വേണ്ടിയുള്ള കാരണമില്ലായി. നമുക്ക് ശരിയായ ബേസില്ലെങ്കിൽ നമ്മൾ വിചാരിക്കും ഇസ്ലാമെ പ്രതിരോധിക്കണം, ഇതൊക്കെ മറുപടി കൊടുക്കണം, ഇതൊക്കെ കമന്റ് അപ്പം തന്നെ ഇടാം, വേണ്ട, അതിനൊത്തൊരു കമന്റ് ഇടണ്ട. പിന്നെ അത്ര സമൂഹത്തിൽ പ്രശ്നമുണ്ടാക്കുന്ന വിഷയമാണെങ്കിൽ അതിന് അർഹരായ ആളുകൾ കൈകാര്യം ചെയ്യുന്നില്ല നമുക്ക് ശ്രദ്ധയിൽപ്പെട്ടാൽ എന്ത് ചെയ്യാം, അതിന് അർഹരായ കൈകാര്യം ചെയ്യാൻ വേണ്ടി എത്തിച്ചു കൊടുക്കുക. നമ്മളെ ഈമാൻ ഫസാദാക്കുന്ന രൂപത്തിൽ, വീണ്ടും ആശയക്കുഴപ്പമുണ്ടാക്കുന്ന രൂപത്തിൽ, എല്ലാ വരുന്നതിനും പോകുന്നതിനും ആശയക്കുഴപ്പങ്ങളൊക്കെ കമന്റ് ഇടാൻ, എന്നാൽ അതിനൊക്കെ കമന്റ് ഇടാന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്കിൽ കമന്റ് ഇടുന്ന മാത്രമല്ല, സമൂഹത്തിൽ നമ്മുടെ ചർച്ചയിൽ നമ്മൾ കമന്റ് പറയുക രണ്ടുപേരും എല്ലാറ്റിനും നമ്മൾക്ക് അഭിപ്രായം പറയാൻ, എന്നാൽ അവസാനം നമ്മുടെ മനസ്സിൽ തന്നെ സംശയങ്ങൾ ഉണ്ടാവുക എന്നതായിരിക്കും അതിന്റെ ഫലം. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ അല്ലാഹു നിഷിദ്ധമാക്കിയത് അല്ലാഹു പിന്നെ വേണ്ടാന്ന് പറഞ്ഞത് ഒഴിവാക്കുന്നവൻ കൂടിയാണ് മുഹാജിർ എന്ന് പറഞ്ഞതുപോലെ നമുക്ക് ആവശ്യമില്ലാത്ത കാര്യം പിന്നെ മറ്റൊരു ഹദീസ് ഒരു മനുഷ്യൻ അവരെ ബാധിക്കാത്തൊരു കാര്യം അതിലിടപെട്ട് അതിനെ കുളമാക്കാതിരിക്കുക, അതാണ് മനുഷ്യന്റെ നല്ല ഇസ്ലാമിന്റെ പിന്നെ അടയാളമാക്കി പറയും. അഥവാ നമുക്കിത് ബാധിക്കില്ല, നമ്മൾ പിന്നെ അതിലിടപെട്ട് നമുക്ക് അതിനുള്ള അർഹതയുമില്ല, പിന്നെ നമ്മൾ അതിൽ ചില അഭിപ്രായം പറഞ്ഞ് ആ വിഷയം കൂടുതൽ വഷളായി ഒരു പക്ഷെ നമ്മുടെ അറിവില്ലായ്മ കൊണ്ട് അവസാനം ദീൻ പരിഹസിക്കപ്പെടുന്ന സ്ഥിതി വരെ ഉണ്ടായി. നമ്മൾ പറയുന്ന മറുപടി ചെയ്യുമ്പോൾ ചില ആളുകളൊക്കെ അങ്ങനെ തന്നെ, പ്രത്യേകം നമ്മൾ പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ ചില ആളുകൾ അങ്ങനെ തന്നെ മുസ്ലിങ്ങളിൽപ്പെട്ട ആരും ഫോൺ കോളുകളിലൂടെ, ചിലപ്പോൾ അത് ഫാബ്രിക്കേറ്റഡ് ഉണ്ടാക്കിയ ഫോൺ കോളുകൾ വരെയാണ്. അങ്ങനെ എന്ത് ചെയ്യും, ചിലപ്പോൾ ഒന്നും അറിയാത്ത സാധാരണ മുസ്ലിമായി അവന് ഇപ്പൊ ഇതിന് മറുപടി ഒന്നും അറിയണ്ടാവും, സാധാരണ മുസ്ലിമാണ്, സ്കാരം നോക്കൂ സക്കാത്ത്, ഇവരോട് എന്താ ചോദിക്കും, ഹദീസ് ഇല്ല ഹദീസ് ഇവരെന്ത് പറയാൻ, ഇവർ അവസാനം പറയാ അവരൊന്നും ഹദീസ് ഇല്ലാന്ന് വരെയൊക്കെ ചിലപ്പോൾ പറയും മറുപടി എന്നുള്ളതല്ലേ. അതിന് പോകുന്നത് എന്തിനാണ്, അതിന് അർഹതപ്പെട്ട ആൾ. അവിടെ നമ്മൾ ചെയ്യേണ്ടത്, അവിടെ ഇത്തരം ആളുകൾ അർഹിക്കുന്നത് അവഗണനയാണ്, അവർ മറുപടിയല്ല അർഹിക്കുന്നത്, അവരർഹിക്കുന്നത് അവഗണന. ആ അവഗണന നമ്മൾ സൗകര്യപൂർവ്വം കൊണ്ട് വകവെച്ചു നമ്മളതിൽ നമുക്ക് ചിലപ്പോൾ ആവേശമുണ്ട് അവരെ വിട്ടു നിൽക്കുക എന്നുള്ളത് കൂടിയാണ് വേണ്ടത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നത് പോലെ അള്ളാഹുവിന്റെ ആയത്തുകളിൽ ഇങ്ങനെ ചർച്ച ചെയ്ത കുറെയാണ്, അഥവാ ഖുർആൻ ദുർവ്യാഖ്യാനിക്കുന്ന ആയത്തുകൾ നല്ല നിലക്ക് ചർച്ച ചെയ്യുന്ന ഉദ്ദേശം. ഖുർആൻ ദുർവ്യാഖ്യാനിക്കുന്ന, ഖുർആനെ പല നിലയിൽ വ്യാഖ്യാനിക്കുന്ന, അതിലിങ്ങനെ മുഴുകിയിരിക്കുന്ന കുറെ ആളുകൾ അള്ളാഹു തന്നെ അതിനെ കുറിച്ചുള്ള കൽപ്പന സൂറത്തുൽ അനാമിലെ 68 അവിടെ ഇരിക്കരുത്. അതുകൊണ്ടാണ് കൂഫയിൽ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് അല്ലാഹുവിന്റെ റസൂൽ വലിയ പണ്ഡിതൻ, സ്വഹാബിലെ വലിയ പണ്ഡിതൻ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അടുത്ത് പിഴച്ച കൃഷിക്കാരൻ അപ്പോൾ പറഞ്ഞു, ഖവാരിജ് ഞാനൊരു ആയത്ത് ചോദിച്ചു, ഒരായത്ത് പോലും തിന്നിരുന്ന് കേൾക്കാൻ കൂടുതൽ ആളുകൾ ചോദിച്ചു, അല്ല ഇബ്നു മസ്ഊദ് അത്ര വലിയ പണ്ഡിതനാണ്, എന്താ അയാളുടെ ഒരു ആയത്ത് കേട്ടാൽ എന്താ പ്രശ്നം? ഇബ്നു മസ്ഊദ് റളിയല്ലാഹു പറഞ്ഞത്, ഇനി അവന്റെ ഒരു ആയത്ത് മുതൽ വ്യാഖ്യാനം കിട്ടി എന്റെ ഈമാൻ നശിച്ചു പോകുമെന്ന് എന്റെ പേര്, അതുകൊണ്ടാണ് ഞാൻ കേൾക്കണ്ടെന്ന് വെക്കുന്നത്. അപ്പോൾ ചില സന്ദർഭങ്ങളിൽ മനഃപൂർവ്വം അവഗണിക്കുകയും നമ്മൾ മാറി നിൽക്കുക, നമ്മുടെ ഈമാനെ കൊണ്ട് രക്ഷപ്പെടുകയായിരിക്കും അവിടെ കരണീയമായിട്ടുള്ളത്. അതുപോലെ തന്നെ ക്ഷമയോടുകൂടി അത് സ്വീകരിക്കാൻ കൂടി അതിനൊരു ധൈര്യം കൂടി നമ്മൾ നേടിയെടുക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ശരിയായ രൂപത്തിൽ ഹദീസുകളെയും ഇസ്ലാമിക പ്രമാണങ്ങളെയും ഒക്കെ മനസ്സിലാക്കാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇസ്ലാമിക പ്രമാണങ്ങൾ മനസ്സിലാക്കുന്ന രംഗത്ത് ഇതിലേക്ക് കൂടുതൽ ആഴത്തിൽ പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് പഠിച്ചാൽ നമുക്കുണ്ടാകുന്ന ഒരു മാനസികമായ സമാധാനം, നമ്മുടെ ദീനിന്റെ കെട്ടുറപ്പ് എത്രത്തോളമാണെന്നുള്ളത് ലോകത്തൊരു മതത്തിനും ഒരു സംസ്കാരത്തിനും ഇതുപോലൊന്നും അവകാശപ്പെടാൻ കഴിയില്ല എന്ന് നമ്മൾ പറഞ്ഞത് അതുകൊണ്ടാണ്. ലോകത്തെ ഏത് പ്രത്യയശാസ്ത്രങ്ങളും മതങ്ങളും എടുത്തു നോക്കും, സംസ്കാരങ്ങളും നോക്കും, അവർക്കൊക്കെ പുരാണങ്ങളും ഇതിഹാസങ്ങളും അവരുടേതായ സംസ്കാരങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ അതൊക്കെ ഇങ്ങനെ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു സമൂഹം പോലും നമുക്ക് കാണാൻ ഏറ്റവും നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയി 15-ാം നൂറ്റാണ്ടിലും പിന്നെ ഒക്കെ വന്ന മതങ്ങളുണ്ട്. ആ മതങ്ങൾ തന്നെ എടുത്തു നോക്കൂ, അവരുടെ ആചാര്യന്മാരും അവർ കാണുന്ന ഏറ്റവും ആരാധ്യ പുരുഷന്മാരും ഇന്ന് ജീവിച്ചിരിക്കുന്ന ആളുകളും തമ്മിൽ ആ പ്രമാണങ്ങൾ എങ്ങനെ എത്തിപ്പെട്ട വഴി എങ്ങനെയാണ്, അതിനെ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ്, അത് തമ്മിൽ വൈരുദ്ധ്യം തോന്നിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് എന്ന് വെച്ചാൽ ഉത്തരമില്ല. നമുക്ക് ഉത്തരം, ആ ഉത്തരം ഉണ്ട് എന്നൊരു മുസ്ലിം ബന്ധം നമ്മൾ മനസ്സിലാക്കണം. അതിന്റെ വഴികൾ
കൂടുതൽ പിന്നെ ആഴത്തിൽ പഠിക്കുന്ന താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ അത് അങ്ങനെയുള്ള അറിവുള്ള ആളുകൾ ചോദിച്ച് പഠിച്ച് മനസ്സിലാക്കണം. അള്ളാഹു അങ്ങനെ അറിവോടുകൂടി ദീനെ മനസ്സിലാക്കാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് നമ്മൾ അഭിമുഖീകരിക്കുന്ന ആധുനിക പ്രശ്നങ്ങളിൽ നിന്ന് മുസ്ലിം ഉമ്മത്തിൽ, വിശിഷ്യ മുസ്ലിം ഉമ്മത്തിൽ ഇന്റർനെറ്റും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലും ഒക്കെ ഇടപെടുന്ന ആളുകൾ എന്ന നിലയ്ക്ക് ആ ഒരു തലമുറ അതിലൂടെ കടന്നു പോകാൻ പിന്നെ ഒരു ദൗർഭാഗ്യം ലഭിച്ച ആളുകളെ നിലയ്ക്ക് അതിൽ കൂടി കടന്നു വരുന്നത് നമ്മുടെ ഈമാനെ തന്നെ സംശയത്തിന് നേരിടാക്കുന്ന ഇത്തരം കാര്യങ്ങൾ സ്ഥിരതയോടുകൂടി മുന്നോട്ട് പോകാൻ നല്ല അറിവോടുകൂടി നല്ല അറിവുള്ള പണ്ഡിതന്മാരുടെ നിർദ്ദേശങ്ങളനുസരിച്ച് ഇസ്ലാമിന്റെ ആ പ്രമാണങ്ങളുടെ കെട്ടുറപ്പ് മുറുകെ പിടിച്ച് മുന്നോട്ട് പോകാൻ അള്ളാഹു നമുക്കെല്ലാം ഗ്രഹിക്കുമാറാകട്ടെ. സക്രമങ്ങൾ അള്ളാഹു സ്നേഹിക്കട്ടെ. മുഹമ്മദ് وعلى آله وصحبه أجمعين والحمد لله رب العالمين.